ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അല്ലേ? സുഖമല്ലേ എല്ലാവർക്കും? നല്ല സുഖമായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തോ? ഇന്ന് നമുക്ക് നമ്മുടെ എക്സാം ഇന്നാണ്. ബൂസ്റ്ററൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഫുൾ ടീം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? യെസ്, ഐ ആം ഹിയർ, MK ഈസ് ഹിയർ. ആദ്യം ഞാൻ കണ്ടു, ഇന്നലെ രാത്രിയിൽ നിങ്ങളാരും ഒന്നും ഉറങ്ങുമൊന്നും ഇല്ലേ, ഉറങ്ങി ചെയ്യുന്നില്ലേ, ഇതുവരെ തുടങ്ങിയില്ലേ എന്നൊക്കെ രാത്രിയിലൊക്കെ മെസ്സേജ് കണ്ടല്ലോ. ചായ കുടിച്ചോ? ഇല്ല, എഴുന്നേറ്റ് ഉടനെ ഇങ്ങോട്ടങ്ങ് പോന്നു. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഒട്ടും താമസിച്ചില്ല. ഗുഡ് മോർണിംഗ് പാത്തു. യെസ്, എല്ലാവർക്കും ഇന്നലെ നോട്ട്സൊക്കെ കിട്ടിയോ? കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന നോട്ട്സൊക്കെ ഷെയർ ചെയ്തിരുന്നോ? കിട്ടിയിട്ടില്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ്. ഉറങ്ങാനൊന്നും പറ്റിയില്ല. പോയി കഴിഞ്ഞതിന് ശേഷമാണല്ലേ നമ്മുടെ ഇവിടെ ബൂസ്റ്ററിനുള്ള സ്റ്റൈൽ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പിന്നെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കഴിഞ്ഞിട്ട് ഇറങ്ങാലോ. എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ എക്സാമൊക്കെ ഈസി ആണെന്ന് അറിയുമ്പോഴത്തേക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അപ്പോൾ പിന്നെ തുടങ്ങുകയാണ്. The 3 L's of empowerment. പെട്ടെന്ന് ക്യൂക്ക് റിവിഷൻ ഓരോന്നായിട്ട് ഓർമ്മയുള്ള ഓരോ കാര്യങ്ങളായിട്ട് പെട്ടെന്ന് പറയുക. 3 L's of empowerment എന്ന് പറയുന്നത് എന്താണ്? സ്പീച്ച് ആണ് അല്ലെ? ക്രിസ്റ്റീൻ ലഗാർഡിന്റെ സ്പീച്ച് ആണ്. മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ്സ് ഇതിൽ ഏതൊക്കെയാണ്? ഇതിലെ 3 L's ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് പറയുന്നത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ സ്പീച്ചിൽ ക്രിസ്റ്റീൻ ലഗാർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക് ഇതാണ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു എംപവർ വിമൻ ആൻഡ് ഹൗ വി ക്യാൻ ഡു ഇറ്റ്. സ്ത്രീകളെ ഇങ്ങനെ ഒന്ന് എംപവർ ചെയ്യേണ്ട ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആൻഡ് ഷീ ഓൾസോ സേസ് ദാറ്റ് സ്ത്രീകൾക്ക് ഒരുപാട് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് വെരി ഗുഡ്. സോ ദേ ഹാവ് എ ലോട്ട് ടു ഓഫർ, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ചാൻസ്. അതിന് അവർ മുന്നോട്ട് വെക്കുന്ന 3 ആശയമാണ് 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ ഇസ് ദ കീ. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എഡ്യൂക്കേഷൻ ആണ് ദ ബെസ്റ്റ് കീ എന്ന് പറയുന്നത്. എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. കാരണം വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കണ്ടേ? ആൻഡ് വെൻ വിമൻ ലേൺ ഇറ്റ് ഹെൽപ്സ് ദം ദംസെൽസ്. വളരെയധികം അവരെ തന്നെ വിജയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എൽ എന്ന് പറയുന്നത് ലേബർ ആണ്. ദാറ്റ് ഇസ് എംപ്ലോയ്മെന്റ്. കാരണം ജോബ് കിട്ടിയതിന് ശേഷം ഗെറ്റിംഗ് ജോബ് എന്ന് പറയുന്നതാണ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ എംപവർമെന്റ് ഓഫ് വുമൻ. ആ ഒരു സെഗ്മെന്റിൽ പറയുന്നത് ഉണ്ടാക്കി. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഹോൾ കൺട്രി. കാരണം ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നുണ്ട് എക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് വേണം? അവർക്കൊരു ലേബർ വേണം. ദെൻ തേർഡ് വൺ ഇസ് ലീഡർഷിപ്പ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആഫ്റ്റർ ദിസ് ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ലേബർ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് വുമൻ ഷുഡ് ബി ലീഡേഴ്സ്. വൈ ഷുഡ് ദേ ബി ലീഡേഴ്സ്? ബിക്കോസ് ദേ മേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് വൈൽ കൺസിഡറിംഗ് ദി വ്യൂ പോയിന്റ്സ് ഓഫ് അതേഴ്സ്. അതോർത്ത് വെക്കണം. കാരണം ദേ ഗീവ് വാല്യൂ ഫോർ ദ അതേഴ്സ്, ദേ കെയർ ഫോർ അതേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. സോ ബീയിങ് എ ഗുഡ് ലീഡർ അതിൻ്റെ ഒരു വലിയ ലക്ഷണം എന്താണ്? ദേ കൺസിഡർ ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. അതിന് ഏറ്റവും ബെസ്റ്റ് ലീഡർഷിപ്പ് ആണ്. ആൻഡ് ലഗാർഡ് എങ്ങനെയാണ് ആ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത്? ബൈ സേയിങ് ദാറ്റ് ഇഫ് വി ലെറ്റ് വിമൻ റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഗുഡ് ഫോർ ദം, ഇറ്റ്സ് ഗുഡ് ഫോർ എവ്രി വൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ലൈക്ക് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഏതാണ്? വെൻ വി ലെറ്റ് വുമൻ റീച്ച് their full potential, it's not just good for them, it's good for the whole country, for the overall development of the country. She encourages women to make a difference because that difference can change society for the better. സ്ത്രീകളെ മുന്നോട്ടേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് അവിടെ ഒരു ബെറ്റർ ചേഞ്ച് ഉണ്ടാകും. ആൻഡ് ദാറ്റ്സ് ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഓക്കെ, അത്രയും ഓർത്ത് വെച്ചോണം. Learning makes knowledge gives creativity leads to thinking makes you take action. So learning is the first step. Very good. അമീനെ കണ്ടോ? ഇതേപോലെ പുതിയ ഓരോരോ കാര്യങ്ങൾ എടുത്തിടുക കേട്ടോ. അടിപൊളി. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ദാ സ്ക്രീൻ വലുതായി. ഓക്കെ, യെസ്. സമ്മറി നോക്കിക്കേ. അടുത്തെന്ന് പറയുന്നത് എനി വുമൻ പറയുന്ന കാതറിൻ ടെനന്റെ പോയമാണ്. എനി വുമൻ ബൈ കാതറിൻ ടെനൻ ഇസ് എ പോയം ദാറ്റ് ടോക്സ് അബൌട്ട് ഹൗ അമേസിംഗ് ആൻഡ് സ്ട്രോങ് വിമൻ ആർ. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. യൂണിറ്റ് 1 എന്ന് പറയുന്നത് മെയിൻലി ഡീൽസ് വിത്ത് വാട്ട് തിങ്? വിമൻ എംപവർമെന്റ് എന്ന് ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് 1 ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സെപ്റ്റ് ദ ചാപ്റ്റർ അനക്ഡോട്ട് ബൈ സുധാമൂർത്തി വിച്ച് ഇസ് ഹൊറഗല്ലു. ആൻഡ് ഇതിൽ എന്താണ്? ഹൗ അമേസിംഗ്, എത്ര അമേസിംഗ് ആണ്, എത്ര
സ്ട്രോങ് ആണ്, ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ഏത് രീതിയിലാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പോയമാണ് ഉള്ളത് അല്ലേ. യെസ്, the poem shows different parts of a woman life. അറിയാലോ, പല തരത്തില് പല സന്ദർഭങ്ങളിൽ ഓരോ സ്ത്രീകൾ ചെന്നെത്തുമ്പോൾ അവരുടെ ആ ഒരു ചേഞ്ച് അല്ലേ. ലൈക്ക് വെൻ ഷീ ഈസ് യങ് ഓർ വെൻ ഷീ ബിക്കംസ് എ മോം. സ്ത്രീകൾ കുട്ടികളായിരുന്ന സമയത്ത് ദേ ആർ വെരി ഇൻഡിപെൻഡന്റ് എന്നല്ല, ദോ ദേ ആർ ഡിപ്പെൻഡന്റ്, ദേ ആർ ഫ്രീ, അങ്ങനെ വരീസിനൊന്നും ഒരു ചാൻസ് ഇല്ല. ബട്ട് ഓൾ ഓഫ് എ സഡൻ വെൻ ദേ ബിക്കം എ മദർ, പെട്ടെന്നാണ് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ആൻഡ് ദേ ബിക്കം ദ സെന്റർ ഓഫ് ദ ഹൗസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് സേസ് ദാറ്റ് എവറി വുമൻ നോ മാറ്റർ വാട്ട് ഷീ ഡസ് ഇസ് വാല്യുബിൾ ആൻഡ് സ്പെഷ്യൽ. ഇപ്പൊ ജോലിയുള്ള സ്ത്രീകളാകണം എന്നൊന്നുമില്ല, ഹൗസ് വൈഫ് ആണെങ്കിലും ഹൗസ് വൈഫിനാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ജോലിയുള്ളവരെക്കാൾ കൂടുതൽ സ്ട്രെസ് എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെയാണെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, വുമൻ എന്ന് പറയുന്നത് നോ മാറ്റർ വാട്ട് ദേ ഡു, ദേ ആർ വാല്യുബിൾ ആൻഡ് ദേ ആർ റിയലി സ്പെഷ്യൽ എന്നുള്ള ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. ആണല്ലോ, ക്ലിയർ ആണല്ലോ. ആൻഡ് ദ പോയം ഓൾസോ ടോക്സ് അബൌട്ട് ഹൗ വുമൻ ക്യാൻ ഹാൻഡിൽ ടഫ് സിറ്റുവേഷൻസ് ആൻഡ് challenges, the ability to tackle problems. അത് വിമന് മാത്രം പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓർത്ത് വെച്ചോണം. when compared to men, women they do their best roles in tackling the problems. ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വിമന് മാത്രമാണ് അത്രയും കേപ്പബിലിറ്റി ഉള്ളത്. എക്സാമ്പിൾ, നമ്മുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ മാത്രം നോക്കിയാൽ മതി. ഇറ്റ് പ്രൈസസ് them for taking care of others and being important in our life. കാരണം അവരുടെ സെൽഫ്ലെസ് ലവ്. ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ എല്ലാം അമ്മയ്ക്ക്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നുള്ള രീതിയാണോ, ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഓക്കെ, ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്, അതെനിക്ക് മതി എന്ന് പറയുന്ന ഒരാളാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ. സോ ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ് ഹെർ സെൽഫ്ലെസ് ലവ്. ഹൗ മച്ച് ഹെർ ഓൺ ലൈഫ് ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ ദ വെൽബീയിങ് ഓഫ് അതേഴ്സ്. അത് ഇന്ത്യയിൽ നിന്നില്ല, ആഫ്രിക്കയിൽ നിന്നില്ല, ഏത് കോണ്ടിനെന്റിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ഓഫ് വിമൻ എന്ന് പറയുന്നത് റിമെയിൻ ദ സെയിം. ഇതാണല്ലോ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഓർത്ത് വെച്ചോണം, ഇൻ സിമ്പിൾ വേർഡ്സ്, any woman is like a big cheer for all women, saying they are strong, resilient and really important in the world. എല്ലാവരെയും അല്ലെ, ലോകത്തുള്ള ഏത് കോണിലുള്ള സ്ത്രീകളെ ആണെങ്കിലും we are really appreciating their efforts through the poem Any Woman by Catherine Tennant. ഓർത്ത് വെച്ചോണം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. ഓക്കെ, യെസ്. Then Matchbox summary അറിയാലോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഇറ്റ്സ് എ സ്റ്റോറി കമ്പയറിംഗ് വുമൻ ടു മാച്ച്ബോക്സസ്. മാച്ച്ബോക്സ് ടൈറ്റിൽ ഓഫ് ദ ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ എന്നൊരു ക്വസ്റ്റ്യൻ മാച്ച്ബോക്സിൽ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ഹൊറഗല്ലു, മാച്ച്ബോക്സ്. ഈ 4 ചാപ്റ്റേഴ്സിനാണ് ശരിക്കും ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓർത്ത് വെച്ചോണം. ഇന്നലെ ഹൊറഗല്ലു ഡിസ്കസ് ചെയ്തു, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ളത് നമ്മൾ മിനിഞ്ഞാത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മാച്ച് ബോക്സ് ആണെങ്കിലും അറിയാലോ, ഇൻക്ലൂസീവ് അല്ലേ, ദേ ആർ റിയലി റെഡി ടു ഒരു എക്സ്പ്ലോസീവ് നേച്ചർ ഉള്ളതാണ്. ദേ ക്യാൻ ബേൺ എവറിത്തിങ് എന്നുള്ളൊരു സാധനം. ദേ റിമെയിൻ ക്വയറ്റ് ആൻഡ് സൈലന്റ്. ഔട്ട്സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഇൻസൈഡ് അവർ എന്താണ്, ഒരു എക്സ്പ്ലോസീവ് നേച്ചറും കൊണ്ട് നടക്കുന്നതാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ആണ് മാച്ച് ബോക്സ്. ആശാ പൂർണ്ണ ദേവിയുടെ മാച്ച് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. യെസ്. സോ നോക്കിക്കേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ക്വയറ്റ് ഓൺ ദി ഔട്ട്സൈഡ് ബട്ട് കേപ്പബിൾ ഓഫ് എക്സ്പ്ലോഡിങ്. ഓർത്തു വെച്ചോ, മാച്ച് ബോക്സ് ആണ് നോമിതയുടെ ക്യാരക്ടർ ഫീച്ചർ ആണെങ്കിലും അജിത്ത് നോമിതയെ കുറിച്ച് പറയുന്ന സെന്റൻസ് ആണെങ്കിലും അതല്ല സ്ത്രീകളെ ജനറൽ ആയിട്ട് കമ്പയർ ചെയ്യുന്നതോ മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിൽ അതിന്റെ സ്യൂട്ടബിലിറ്റി നോക്കാനാണെങ്കിലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മാച്ച് ബോക്സ്. വിമൻ ദേ റിമെയിൻ ക്വയറ്റ് ഓൺ ദി ഔട്ട്സൈഡ് ബട്ട് കേപ്പബിൾ ഓഫ് എക്സ്പ്ലോഡിങ്. വളരെ കാമായിട്ട് നിന്നാലും വിറപ്പിക്കണമെങ്കിൽ ഞാൻ വിറപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സാധനം അല്ലേ. ദെൻ നോബില ഫൈൻഡ്സ് എ ക്രംബിൾ ലെറ്റർ ഇൻ ഹെർ ഹസ്ബൻഡ് അജിത്സ് പോക്കറ്റ്, റിയലൈസിംഗ് ഹി ഹിഡ് ഇറ്റ് ഫ്രം ഹെർ. അറിയാലോ, ഇവിടെ എങ്ങനെയാണ് അജിത്തും നോമിതയും തമ്മിലുള്ള ഒരു വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ലോണ്ടറി വരും, വാഷ് ചെയ്യാൻ ഡ്രസ്സ് എടുക്കുമ്പോഴാണ് അജിത്തിന്റെ പോക്കറ്റിൽ നിന്ന് ടിങ് ഒരു ലെറ്റർ കിട്ടുന്നത്. ആൻഡ് ഷീ റെക്കഗ്നൈസസ് ദാറ്റ് letter was from her mother. അത് അറിഞ്ഞുകൊണ്ട് അജിത്ത് ഹൈഡ് ചെയ്ത് വെച്ചതാണെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അറിയുമ്പോഴത്തേക്ക് നോമിതയ്ക്ക് ദേഷ്യം വരും. അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ആവും, ഇങ്ങോട്ടും കൂടെയുള്ള വഴക്കം. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു നോ ദാറ്റ് അല്ലേ.
Blob and Paralo. The letter is from her poor widowed mother asking for money. Feeling ashamed, Nomida decides to tell her mother she can't send more. And when Nomida confronts Ajit, he difficilely suggests that I was actually trying to hide love letters from them all the പറയും. അവർ തമ്മിലുള്ള വഴക്കിൽ just out of anger she tried to burn her sari. And ആ സമയത്താണ് റിനി എന്ന് പറഞ്ഞ ആൾ ഇറങ്ങി വരികയും all of a sudden she goes back to her normal self and continues to do her household chores in the kitchen. ഇതാണ് പറയുന്നത്. So especially എന്താണ് സ്ത്രീകളുടെ റോൾ ഓഫ് വുമൻ ഇൻ the background of Indian scenario എന്ന് പറയുന്ന ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ നോമിത എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ദെൻ ഹൊറഗല്ലു ബൈ സുധാമൂർത്തി അനക്ഡോട്ട് ആണ്. ഹൊറഗല്ലു എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ലിറ്ററൽ മീനിങ് എന്താണ്, എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്, അതാണ് ഹൊറഗല്ലു എന്ന് വെച്ചാൽ. ആൻഡ് ഇവിടെ ഹൊർഗലു എന്ന് പറയുന്നത് ഇസ് ബീയിങ് എ ഗുഡ് ലിസണർ, ട്രൈങ് ടു ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. ഇവിടെ മെയിൻ ഹ്യൂമൻ ഹൊർഗലൂസ് ആയിട്ട് വരുന്നത് രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഗ്രാൻഡ് ഫാദർ, സെക്കൻഡ് വൺ ഇസ് രത്ന. ഇവരെ രണ്ട് പേരെയും കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സുധാമൂർത്തിയുടെ പേഴ്സണൽ അനക്ഡോട്ടാണ് ഹൊർഗലു എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടച്ചിങ് സ്റ്റോറി ബൈ ഹൊർഗലു. It is a touching story by Sudha Murthy and about the power of listening and helping others. Power of listening without expecting anything from others. They are just by being a good listener, they are doing something great. അല്ലേ, ആ ഒരു പോയിന്റ് ആണ്. അവിടെ ഒരു വില്ലേജിൽ under the tree how Sudha Murthy's grandfather spent his whole life listening to the complaints and worries of other people എന്നുള്ളതാണ് ആ ഫസ്റ്റ് സെഗ്മെന്റിൽ കാണുന്നത്. വളർന്നു വരുമ്പോഴത്തേക്ക് she also had a colleague named Ratna. During lunch break she also listens to the complaints of other people and നീ ഇത് ആരുടെ അടുത്തെങ്കിലും പറയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നോ നെവർ എന്ന് പറയുന്ന രത്നയുടെ ആ ഒരു ടൈപ്പ് ഓഫ് ആൻസർ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് പൊക്കോണം. എവിടെ വരികയാണെങ്കിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വരികയാണെങ്കിൽ ടെക്സ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് ക്വൈറ്റ് യുണീക്ക് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് രത്ന എക്സ്പ്ലെയിൻ ദാറ്റ് she couldn't solve others' problems but could be a good listener. അവൾ പറയുന്നത് എന്താണ്, എനിക്ക് ആർക്കും ഒരു അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവളുടെ പ്രോബ്ലംസ് പറയുന്നതിലൂടെ അവരെ രക്ഷിച്ച് യു വിൽ ബി ഓൾ റൈറ്റ് സോ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് സേഫ് ആക്കാനോ എനിക്ക് പറ്റില്ല. all I can do is just listen to them. അങ്ങനെ ലിസൺ ചെയ്യുന്നതിലൂടെ they get a feeling that okay someone is there to care for me അല്ലെങ്കിൽ someone is here എന്നുള്ള ആ ഒരു മോറൽ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നതിലൂടെ പകുതി ബേർഡൻ കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഹൊർഗല്ലു എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നിട്ടുള്ളത്. സോ ഷീ സീസ് that ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, in this contemporary society, in the din and bustle of the city life, all we need is some human ഹൊർഗല്ലൂസ് like grandfather and Ratna. രത്നയും ഗ്രാൻഡ്ഫാദറിനെയും പോലെയുള്ള കുറച്ച് ഹ്യൂമൻ ഹൊർഗല്ലൂസ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. ഓക്കെ, അങ്ങനെ ഓർമ്മയുണ്ടല്ലോ. Then നെക്സ്റ്റ് എന്ന് പറയുന്നത് മെൻഡിങ് വോൾ ആണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയാണ്. ഫസ്റ്റ് ആൻസറിൽ എന്താണ്, വോള് ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് അവരുടെ വോളിന് എന്തെങ്കിലും സംഭവിച്ച് അത് താഴെ വീഴും. സെക്കൻഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ആക്ഷൻസ് ഡൺ ബൈ ദിസ് ഹണ്ടേഴ്സ് ദി ഡാമേജ് ദ വോൾ. ആൻഡ് സ്പീക്കറായിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിന്റെ നെയ്ബറും കൂടെയാണ് അത് തമ്മിൽ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിംഗ് സ്പ്രിംഗ് ദ സ്പീക്കർ ആൻഡ് ദ നെയ്ബർ മീറ്റ് ടു റിപ്പയർ ദ വോൾ ആൻഡ് ദേ വാക്ക് അലോങ് ദ ബൗണ്ടറി ആൻഡ് റീബിൽഡ് ദ വോൾ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാമെങ്കിൽ ഇന്ന സൈഡിൽ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്, അപ്പുറത്തെ സൈഡിൽ നെയ്ബറാണ്. ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വോൾ തിരിച്ച് മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് മെൻഡിങ് വോൾ എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റോബർട്ട് ഫ്രോസ്റ്റ് ഇസ് തിങ്കിങ് ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യമുള്ളത്, വാട്ട് ഈസ് ദ റിയൽ നീഡ് അല്ലേ ഓഫ് ബിൽഡിംഗ് അപ്പ് ദിസ് മെൻഡിങ് വോൾ. കാരണം ഇവിടെയും ആരുമില്ല അവിടെയും ആരുമില്ല. ഓൾ വി ഹാവ് ഇസ് സം ആപ്പിൾ ട്രീസ് ആൻഡ് ഓർച്ചർഡ് ഇൻ ദിസ് ഗാർഡൻ. അതുങ്ങൾ തമ്മിൽ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പോവുകയോ വരികയോ ഒന്നും ചെയ്യാറില്ല. ദെൻ വാട്ട് ഈസ് ദ റിയൽ നീഡ് ഓഫ് ദിസ് വാട്ട് ഈസ് ദ റിയൽ നീഡ് ഓഫ് ദിസ് വോൾ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു ഭാഗം അത് ഓർത്ത് വെച്ചോണം. ആൻഡ് ദെൻ ഫോർ ദാറ്റ് ദ നെയ്ബർ റിപ്ലേസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകളാണ് നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കുന്നത് എന്ന് അതിൻ്റെ നെയ്ബർ ഉത്തരം പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ലൈൻസ് കന്നിട്ട് വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ് അബൌട്ട് ദിസ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ പറയുന്നത് എന്താണ്, ഇതുപോലുള്ള മതിലുകൾ വെക്കുന്നതിലൂടെ നോ വൺ ഈസ് ആക്ച്വലി ട്രൈങ് ടു എൻക്രോച്ച് ഇൻ ടു ദ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഇൻട്രൂഗ് ഇൻ ടു ദ പേഴ്സണൽ ലൈഫ് ഓഫ് അതേഴ്സ്. അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് വേണം, അതിലേക്ക് കടന്ന് കയറരുത് എന്നുള്ള രീതിയിൽ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പറയാം, കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ട് പറയാം.
പറയുകയാണെങ്കിൽ we can just argue against the topic by saying that there is no need of war between human beings because all we need is support, love and energy by sharing that love and energy എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഫിലോസഫിക്കൽ ആയിട്ട് പറയാം. സോ ഇങ്ങനെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഡു യു എഗ്രി വിത്ത് ഇറ്റ് എന്നുള്ള ഒരു കമൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളതിൻ്റെ യുവർ ആറ്റിറ്റ്യൂഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഹി സീംസ് ടു മൂവ് ഇൻ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് മെറ്റാഫറിക്കലാണോ ഫിസിക്കലാണോ രണ്ടുമാണ്. അയാൾ ഇരുട്ടത്തൂടെ നടന്നു പോകുന്നത് പോലെയും തോന്നുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ ഒരു വോൾ മെൻറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ കുറച്ച് സൊസൈറ്റൽ നോംസിൻ്റെ പുറകെ പോകുന്ന ആളെന്നുള്ളൊരു രീതിയിൽ റോബർട്ട് ഫ്രോസ്റ്റ് നോക്കി കാണുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പോയേ നോക്കിക്കേ. The work feels like a game. ഇവിടെ പൊളിറ്റിക്സ് ഒന്നും കൊണ്ടുവരണം, നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം കേട്ടോ. As they work, each person takes care of fallen stones on the other side. Some stones are like loaves or balls and they use a spell to balance them. Then the work feels like a game and they playfully handle the stones. The speaker questions the need for the wall, arguing that their different types of land make it unnecessary. And the neighbor insists good fences make good neighbors, sticking to tradition. The speaker wonders why this is true when they don't have cows to അവിടെ ഈ ആടുകളും മാനും പശുക്കളും കൗസും ഒന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെയ്നല്ലേ, അതായത് ഇങ്ങനെ മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. Then the speaker concludes that before building a wall, one should understand its purpose and whom it might offend. There is a force that wants wall to come down. ഭൂമിക്ക് ഇതിന്റെ ആവശ്യമില്ല, മനുഷ്യൻ കെട്ടിപ്പൊക്കുന്നതാണ്. സോ ഒരു വോൾ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് റിയലി നീഡഡ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പർപ്പസ് ആൻഡ് ഹൂം ഇറ്റ് മൈറ്റ് ഓഫൻഡ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ വോൾ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അമിഗോ ബ്രദേഴ്സ് ആണ് അല്ലേ. അമിഗോ ബ്രദേഴ്സ് എന്താണ്? ഡീൽസ് വിത്ത് ദ സ്ട്രോങ് കോൺസെപ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. പെരി തോമസിന്റെ സ്റ്റോറിയാണ്. മെയിൻലി 2 ക്യാരക്ടേഴ്സ് ആണ്, ആന്റോണിയ ആൻഡ് ഫെലിക്സ്. ആൻഡ് ദേ റിയലി വോണ്ട് ടു ബിക്കം ബോക്സിംഗ് ചാമ്പ്യൻസ് ആകണം. അത്രയും കാത്തിരുന്ന് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന പ്രാക്ടീസിന്റെ ഇടയ്ക്കാണ് മനസ്സിലാകുന്നത് ബോക്സിംഗ് റിംഗിൽ അവർ ഫേസ് ചെയ്യേണ്ട കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് പരസ്പരമാണ്. റോക്സ് ഫെലിക്സിനെയും, ഫെലിക്സ് റോക്സിനെയുമാണ്, ആന്റോണിയനെയുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കോമ്പറ്റീഷനിൽ നേരിടേണ്ടതെന്ന് മനസ്സിലാകും. പക്ഷെ അവിടെ എന്താണ്, അവരത്രയും തന്നെ സ്ട്രോങ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ദേ ഡിസൈഡഡ് കോമ്പറ്റീഷൻ കഴിയുന്നത് വരെ നമ്മൾ പരസ്പരം കാണില്ല, പകരം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദേ വെയർ ഇൻ ടു ദെയർ റുട്ടീൻസ് ആൻഡ് ദേ വെയർ ഡൂയിങ് ഓൾ സോർട്ട് ഓഫ് തിങ്സ് ദാറ്റ് ക്യാൻ മേക്ക് ദിസ് കോമ്പറ്റീഷൻ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞ് ആ ഒരു ബോക്സിംഗ് റിംഗിൽ അവർ അവരുടെ ബെസ്റ്റ് കാണിക്കുകയാണ്. ആൻഡ് ഫൈനലി വെൻ ഇറ്റ് ഈസ് അബൌട്ട് ടു അനൗൺസ് ദ വിന്നർ, ഇവർ രണ്ടുപേരും ദേ ആർ നോട്ട് വെയിറ്റിംഗ്, ദേ ആർ ലിസണിംഗ് ടു നോ ഹൂ ഇസ് ദ റിയൽ വിന്നർ. ഇൻസ്റ്റഡ് ദേ ആർ ജസ്റ്റ് ഗോയിങ് ഔട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ഷോൾഡർ ടു ഷോൾഡർ, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും ഇട്ടിട്ട്, തോളിക്കൂടെ കയ്യും ഇട്ടിട്ട് കഥയും പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, വേദനിച്ചോടാ, സോറിടാ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്ന ഫെലിക്സിനെയും അന്റോണിയെയുമാണ് കാണുന്നത്. അനൗൺസർ ദാ നിങ്ങൾ ഇത് കാണുക, നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അവിടെ വിജയ് ഉണ്ടോ? ഇല്ല, അവർ രണ്ടുപേരും നടന്നു പോയി കഴിഞ്ഞു. ബിക്കോസ് ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു വാട്ട് ഫോർ ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റ് ആണല്ലോ അല്ലേ? റെഡി ആണല്ലോ? യെസ്. ദെൻ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് വൺ ആക്ട് പ്ലേ ആണ്. പെർസിവൽ വൈൽഡിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റോബർട്ട് ബോൾവിൻ, ജോൺ, മാർത്ത, ഈവ്, ഹിസ് ഡോട്ടർ, മിസ്റ്റർ മാർഷൽ ആൻഡ് ഹർ മെയ്ഡ്. ഇത്രയും പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ റോബർട്ട് ബോൾവിൻ എന്താണ് ചെയ്യുന്നത്? ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് ആസ് എ സെക്രട്ടറി ആൻഡ് ഇൻ ദ ഓണർ, ഈ ബാങ്കിന്റെ ഓണർ എന്ന് പറയുന്നത് ഗ്രഷമാണ്, ഹൂ ഇസ് ഓൾസോ ഹിസ് ഫ്രണ്ട്. ആൻഡ് ദോ ഹി ഹാഡ് എ ലിമിറ്റഡ് ഇൻകം, ഹിസ് ഫാമിലി ലൈഫ് വാസ് സ്മൂത്ത്. വളരെ അത്യാഗ്രഹമൊന്നും ഇല്ലാതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന വളരെ പ്ലെയിൻ ആയിട്ടുള്ള, പാവമായിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മാൻ ആയിരുന്നു റോബർട്ട് മാൻ എന്ന് പറയുന്നത്. അങ്ങനെ സുഖത്തോടെ, നല്ല സമാധാനത്തോടെ, സുഖമല്ല സമാധാനത്തോടെ ജീവിച്ച് പോകുമ്പോഴാണ് ഹി വിറ്റ്നസസ് എ ക്രൈം ഡൺ ബൈ ഗ്രഷം. ഗ്രഷം ആ ബാങ്കിൽ വേണ്ടാത്ത ഒരു കാര്യം ചെയ്യുന്നു, പൈസയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. അത് ഏറ്റവും പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് ബോൾവിൻ തന്നെയാണ്. അത് കേസ് ആകുന്നത് കൊണ്ട് ഗ്രഷം പറയുന്നുണ്ട് യു ഷുഡ് ഡു വൺ തിങ് ആൻഡ് ഹി ബ്രൈബ്സ് ഹിം, അല്ലെ, പൈസ കൊടുത്ത് ഒരു കറപ്ഷനിലൂടെ റോബർട്ട് ബോൾവിനെ തന്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ ഗ്രഷം നോക്കുന്നുണ്ട്. ദോ ഗ്രഷം ഇസ് ഹിസ് ഫ്രണ്ട്, ഹി സ്റ്റാൻഡ്സ് ഫോർ ഹിസ് ഓണസ്റ്റി എന്നുള്ള ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. റോബർട്ട് ബോൾവിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് അദ്ദേഹത്തിന്റെ ഓണസ്റ്റി എന്ന് പറയുന്നത്.
And though Robert's family stood with him in his decision, they changed their mind when they know the bribe money. ആദ്യം പറയുന്നുണ്ട് റോബർട്ട് ബോൾവിൻ, വൈഫ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ഈ പൈസ ഒന്നും വേണ്ട, ഈവൻ ദോ ഹി ബ്രൈബ്സ്, നോ വി ഷുഡ് നോ എന്താണ് ഗോ ബിഹൈൻഡ് ദിസ് മണി. വൈ? കാരണം നമുക്ക് ഓണസ്റ്റി ആണ് വലുത്, നമുക്ക് നമ്മുടേതായ ഡിഗ്നിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് $1,000 ആണ് എന്നുള്ള ഒരു ബ്രൈബ് മണിയുടെ എമൗണ്ട് ഫാമിലി അറിയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്ലേറ്റ് മാറ്റുകയാണ് അല്ലേ, ആക്ച്വലി ഫ്രണ്ട് അല്ലേ, ഇത്രയും പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ഷിഫ്റ്റ് അല്ലേ. ആൻഡ് ദേ സേ ദാറ്റ് ചെറിയ ഫ്രണ്ട് അല്ലേ, അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമായിരിക്കും, സാരമില്ല ഒന്നും കണ്ടില്ല എന്നൊന്ന് പറഞ്ഞിട്ട് ദേ ആർ ഫോഴ്സിങ് ഹിം ടു ചേഞ്ച് ഹിസ് റിപ്ലൈ. ബട്ട് വാട്ട് ഹി ഡസ് ഇസ് ദാറ്റ് ഓണസ്റ്റിയുടെ പുറകെ പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദ പ്ലേ മിസ്റ്റർ മാർഷൽ, ദ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ ബാങ്ക്, ഓഫേഴ്സ് എ ജോബ് ഇൻ ഹിസ് ബാങ്ക്. സോ മാർഷൽ പറയുന്നുണ്ട്, അവസാനം ആകുമ്പോഴത്തേക്ക് മാർഷൽ വരുന്നു, തേർഡ് നാഷണൽ ബാങ്കിന്റെ ആളാണ്. ഹി ഓൾസോ ഓഫേഴ്സ് എ ജോബ് ഫോർ റോബർട്ട് ബോൾവിൻ. ആൻഡ് അദ്ദേഹത്തിന്റെ ഓണസ്റ്റിക്ക് കിട്ടിയ ഒരു റിവാർഡ് എന്നുള്ളൊരു രീതിയിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ആളെ പണിഷ് ചെയ്യുകയും ചെയ്തു. ഇയാളുടെ ഓണസ്റ്റിക്ക് പകരമായിട്ട് നല്ലൊരു ജോലിയും കിട്ടുന്ന ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വൺ ആക്ട് പ്ലേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബോൾവിൻ തന്നെയാണ്. ഓക്കെ, യെസ്. സിഗ്മക്കുട്ടൻ ഇന്നലെ എവിടെയായിരുന്നു? യെസ്, ടാറ്റു. അടുത്തെന്ന് പറയുന്നത് 3 വീൽ റെവല്യൂഷൻ ആണ്. ഇർഫാൻ ആലത്തിന്റെ അദ്ദേഹത്തിന്റെ സമ്മാൻ ഫൗണ്ടേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. വെൻ ഹി വാസ് 70 he happened to travel in a rickshaw and he felt thirsty, therefore he asked some water for the rickshaw puller. He says that I don't have enough money to afford this water bottle. ആ ഒരു സമയത്ത് he gets an idea that okay, it's the best thing, what's the best thing to do, to share അല്ലെങ്കിൽ to contribute water bottles among rickshaw pullers. അതിൽ കൂടെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ എന്നുള്ള ആ ഒരു ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാകുന്നത്. ആൻഡ് അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ ഡിസ്ട്രിബ്യൂഷനിൽ കൂടെ തുടങ്ങുന്ന ബിസിനസ് പിന്നീട് ആ ഒരു എംപവർമെന്റ് ഓഫ് റിക്ഷോ പുള്ളേഴ്സിന്റെ ഈവൻ ദ ലൈഫ് മെമ്പേഴ്സിന്റെ ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടിയിട്ട് പോകുന്ന സീനാണ് നമുക്ക് 3 വീൽ റെവല്യൂഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഇന്റർവ്യൂ ടൈപ്പ് ചാപ്റ്റർ. ഇവിടെ ഇന്റർവ്യൂ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇർഫാൻ ആലത്തിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ യങ് ജനറേഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പം ഹി സേസ് ദാറ്റ് it's good അല്ലെങ്കിൽ it's okay to dream but it is more equal അല്ലെങ്കിൽ it's equally important to take risk എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചോണം. അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആകാം, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് എന്നുള്ളതാകാം, നറേഷൻ, അല്ലെങ്കിൽ ഇതിനെ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെറ്റർ, ഇമെയിൽ ലെറ്റർ, അതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഓർത്ത് വെച്ചോണം. ആൻഡ് ഹി ഓൾസോ സേസ് ദാറ്റ് ഇറ്റ്സ് ഹൈ ടൈം വി നീഡ് ടു തിങ്ക് അബൌട്ട് ടേക്കിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആസ് യുവർ കരിയർ. അതും കൂടെ നോക്കണം. മിസ് ബ്ലർബ് ബുക്ക് സ്റ്റോറി പറ്റുമോ? ബ്ലർബിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ക്യാച്ചി ടൈറ്റിൽ കൊടുക്കുക, ഒരു സ്ട്രൈക്ക് ചെയ്തിട്ട് ആ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓതറിനെ കുറിച്ച് 1-2 സെന്റൻസോ ആ ഒരു ബുക്കിന്റെ സമ്മറി എന്താണ് കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള രീതിയിൽ ഒരു നമ്മളൊരു സ്പാർക്ക് ഇട്ട് കൊടുക്കില്ല, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കില്ല, എന്തോ ഒരു സാധനം ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ കുറച്ച് സർപ്രൈസിങ് ആയിട്ട് അതിന്റെ ആ ഒരു സമ്മറി പറയുക. എന്നിട്ട് പബ്ലിഷർ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ ബുക്കും ഇയർ ഓഫ് അതോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ സെറ്റാണ് കേട്ടോ. ഡേറ്റും ഇതും അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാനൽ ഡിസ്കഷൻ അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയല്ലേ, ഡിബേറ്റ് ചോദിക്കുന്നത് പോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് വരുന്ന സാധനമാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഫോർ ഓർ എഗൻസ്റ്റ് പറയുന്നതിനെയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫോർ ആണെങ്കിലും ശരി എഗൻസ്റ്റ് ആണെങ്കിലും ശരി നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതെന്താണ്, അത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അപ്പം മെയിൻലി നിങ്ങൾക്കൊരു ഫസ്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് എ പാനൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ ഉള്ള രീതിയിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് ഹിയർ, അതായത് ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. ആ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പോയിന്റ് പറയുകയാണ്. ഇത്രയേ ഉള്ളൂ പാനൽ ഡിസ്കഷനിൽ വരുന്നതായിട്ടുള്ള സാധനം. സോ ഗുഡ് മോർണിംഗ്, ഐ എം ഹിയർ ടു ഷെയർ about some important points on the topic എന്ന് പറഞ്ഞിട്ട് എന്താണോ ടോപ്പിക്ക് തന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ. മറ്റേത് ഡിബേറ്റിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഡിബേറ്റിനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ പോയിന്റ്സും പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഓൾസോ റെക്കഗ്നൈസ് ദ ഫാക്ടേഴ്സ് ലൈക്ക് ദിസ്, ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അത് അതേപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതാണ്
group discussion എന്ന് പറയുന്നത്. Okay, so you just wish them and just tell them what is your topic and what is your important points regarding this topic. ഒരു നല്ല രീതിയിൽ എഴുതി പ്രസന്റ് ചെയ്താൽ മാത്രം മതി. Okay, yes. Then three-wheel revolution അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടക്കുന്നത് എന്താണ്, ദീദിയിലേക്കാണ്. ഷഹീൻ മിസ്രിയുടെ സ്റ്റോറിയാണ് ആൻഡ് പേഴ്സണൽ സ്റ്റോറിയാണ്. അറിയാലോ, പേഴ്സണൽ സ്റ്റോറി നറേറ്റഡ് ബൈ ഷഹീൻ മിസ്രി ആണ് ദീദി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ആൻഡ് ഹി ഹാപ്പൻ ടു വിസിറ്റ് ലൈക്ക് ഡ്യൂറിംഗ് ഹർ സമ്മർ വെക്കേഷൻ ഷീ യൂസ് ടു വിസിറ്റ് ഇന്ത്യ ആൻഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ ഹി ഓൾസോ സീസ് എ സീൻ. എന്താണ്, met 3 children begging on the road and then she decides that okay, it's time for me to work something for our country India, and under 2 conditions ദീദിയുടെ അല്ലെങ്കിൽ ഷഹീൻ മിസ്രിയുടെ കണ്ടീഷൻസ് പേരൻസ് അഡ്മിറ്റ് ചെയ്യാണ്. she would get admission into a good undergraduate college, she would travel abroad for her graduate degree. എനിക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യണം, I should do something for the betterment of the society എന്ന് പറയുമ്പോഴത്തേക്ക് her parents agrees that under 2 conditions. And what are those 2 conditions? First thing is that നിനക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി കിട്ടണം, ഡിഗ്രി കിട്ടണം, അതിന് നീ ഗ്രാജുവേഷൻ നടത്തിയേ പറ്റുള്ളൂ. ആൻഡ് ഫോർ കണ്ടിന്യൂയിങ് ഹർ ലൈക്ക് കണ്ടിന്യൂസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് യു ഷുഡ് ഗോ എബ്രോഡ്. ആ ഒരു 2 പോയിന്റ്സ് ആണ് മെയിൻലി പറയുന്നത്. ആൻഡ് ഓക്കെ, ഷീ അക്സെപ്റ്റഡ് ദാറ്റ് തിങ് ആൻഡ് ഗോട്ട് അഡ്മിഷൻ ഇൻ സെന്റ് സേവിയേഴ്സ് കോളേജ്. അവിടെ നിന്നിട്ട് ഷീ വാണ്ടഡ് ഇൻ ദ സ്ലംസ് ആൻഡ് she wandered in the slums and tried to understand the horrifying realities of some slum life. 1,000 people living in a slum with no pure water, only 6 toilets, illiteracy. So slum life-il എന്താണ് സംഭവിക്കുന്നത്, ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഷഹീൻ മിസ്രി കയറി വരുമ്പോൾ and what she does is that she really goes into a slum. ആ ഒരു സ്ലമ്മിൽ ചെന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. And she also notices the fact that around 1,000 people ആണ് ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നത്. ഈ 1,000 ആൾക്കാർക്കും വേണ്ടിയിട്ട് ഓൺലി 6 ടോയ്ലറ്റ്സ് മാത്രമേ ആ ഒരു ഏരിയയിൽ കാണുകയുള്ളൂ. പ്യുവർ വാട്ടറിന്റെ ലാക്ക് ഉണ്ടാകും. അതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഓക്കെ, ദിസ് ഇസ് ദ തിങ് ഐ ഷുഡ് ഡു എന്നുള്ള രീതിയിൽ പ്രാക്ടിക്കലി മനസ്സിലാക്കുന്ന ഷഹീൻ മിസ്രിയാണ് കാണാൻ സാധിക്കുക. ആൻഡ് ആ ഒരു സ്ലമ്മിൽ വെച്ചിട്ട് ഷഹീൻ മിസ്രി സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുവർ ലേഡിയെ കാണുന്നുണ്ട് അല്ലെ. ആഫ്റ്റർ കോളേജ് ഷഹീൻ മിസ്രി വിസിറ്റഡ് സന്ധ്യാസ് ഹൗസ് ആൻഡ് യൂസ് ടു ടീച്ച് ചിൽഡ്രൻ ആൻഡ് ദേ കോൾ ഹർ ദീദി. അങ്ങനെ തുടങ്ങുന്ന ആ സ്ലമ്മിൽ നിന്ന് ജസ്റ്റ് 6 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു അണ്ടർ 10 അല്ലെ അത്രയും സ്റ്റുഡൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നീട് ആകാശ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു പേരിൽ ഇറ്റ് ഗ്രൂ ടു 58 സെന്റേഴ്സ് ആൻഡ് 6 സ്കൂൾസ് ഓവർ 3,500 സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. എക്സാം സിമ്പിൾ ആയിരിക്കട്ടെ. അതെ, എക്സാം സിമ്പിൾ ആയിരിക്കട്ടോ. ഇത് നിങ്ങൾ ജയിക്കുമോ അല്ലെങ്കിൽ ജയിക്കാൻ പ്രാർത്ഥിക്കുക, അതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അടിച്ചു പൊളിച്ച് എക്സാം എഴുതിയിട്ട് വരിക, ടെൻഷൻ വേണ്ട, കൂളായിട്ട് പോവുക. നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാൾ അപ്പുറം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. യെസ്, ദെൻ സ്റ്റാമർ. ഓക്കെ, സച്ചിദാനന്ദൻ്റെ ഇവിടെ ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താണ്? അതൊരു തോട്ട് പ്രൊവോക്കിംഗ് പോയമാണ്. ഒറിജിനലി റിട്ടൺ ഇൻ മലയാളമാണ്. ദെൻ ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ദ പോയറ്റ് ഹിംസെൽഫ്. Then the point, stammer is not a disability but a mode of speech. Handicap ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല, ഡിസബിലിറ്റി അല്ല, അതൊരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്നാണ് പറയുന്നത്. ആൻഡ് കമ്പാരിസൺ വിത്ത് ലെംനെസ്, മോഡന്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. When stammer is compared to the silence between the words and its meanings, this lameness is compared to the silence between the words and its actions എന്നാണ് പറയുന്നത്. The deeds അല്ലേ. Stammer is the silence that falls between words and its meanings, whereas lameness is the silence between the words and the deeds എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈവൻ ഫോർ എ ലിംഗ്വിസ്റ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്കസ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് സ്റ്റാമർ. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ ഏതൊരു ലാംഗ്വേജിനെ കുറിച്ച് മനസ്സിലാക്കുന്ന പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് എ ലാംഗ്വേജ് ആണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ലിംഗ്വിസ്റ്റിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. ബട്ട് ഈവൻ ലിംഗ്വിസ്റ്റ് മൈറ്റ് ഹാവ് ഫെയിൽ ടു അക്നോളജ് ദ റീസൺ ബിഹൈൻഡ് അല്ലെങ്കിൽ ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദി സ്റ്റാമർ എന്ന് പറയുന്നത്. In Stammer, we can see the different perspectives of, okay, when we stammer, the listener would not be able to understand its real meaning. They try to create fabricated stories by their own. If all people stammer, it becomes their mother tongue. Even God must have stammered when he created man. Even ഈ ഒരു ലൈൻ തന്നിട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അറിയാലോ അല്ലേ, നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലൈൻസ് ഓർത്ത് വെക്കുക. All words of man have different meanings. Just like it appears different like poetry. പോയട്രിയിൽ എങ്ങനെയാണ് ഒരു പോയട്രി എഴുതി
കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ മനസ്സിലാക്കി എടുക്കുന്നത്. ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിയൽ മീനിങ് മെന്റ് ബൈ ദ പോയറ്റ് ആൻഡ് ഓൾസോ ദ റീഡേഴ്സ്. അതുപോലെ തന്നെയാണ് വിക്കുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ എന്ന് പറയുന്നത്. സോ അത് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാവ് ബിക്കം എ വെരി കോമൺ തിങ്. വേറിട്ട് നിൽക്കുമ്പോഴാണ് ചെയ്യുന്നത്. ബട്ട് എന്തിനു പറയുന്നു, ഈവൻ ഗോഡ് മൈറ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് ഹ്യൂമൻ ബീങ്. സോഷ്യൽ ക്രിറ്റിസിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു പോയമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Then when a sapling is planted എന്ന് പറയുന്നത് നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് ആണ് വാങ്കറി മത്തായിയുടെ. വാങ്കറി മത്തായി ആരായിരുന്നു? കെനിയൻ ബേസ്ഡ് എൻവയോൺമെന്റലിസ്റ്റ് ആണ്, ഫെമിനിസ്റ്റ് ആണ്, ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് നൊബേൽ പ്രൈസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പ്രൊഫൈൽ റൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുക. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഹൗ നേച്ചർ അഫക്ട്സ്. വാങ്കറി മത്തായി സെഡ് ദാറ്റ് ഹൗ വെൽ എർത്ത് ഇസ് ഡൂയിങ് ഡയറക്ട്ലി അഫക്ട്സ് ഹൗ ഗുഡ് അവർ ലൈഫ്സ് ആർ. നമ്മൾ എന്താണോ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത്. നമ്മുടെ എർത്ത് സേഫ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന നമുക്കും ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന സെയിം സാധനം, അല്ലെങ്കിൽ കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറയുന്ന സെയിം സാധനം അങ്ങോട്ട് കൊടുക്കുന്നതേ ഇങ്ങോട്ടും എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് വി ഷുഡ് ബി സേഫ് യോ എന്നുള്ള രീതിയിൽ നിന്നാൽ പണി പാളുവേ. ആ ഒരു കാര്യമാണ് പറയുന്നത് ഹൗ നേച്ചർ അഫക്ട്സ്. ദെൻ വർക്കിംഗ് ടുഗെദർ ഫോർ എ ബെറ്റർ വേൾഡ്. ഒരു നല്ല വേൾഡിന് വേണ്ടിയിട്ട്, ഒരു നല്ല സേഫ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് വി ഓൾ ഷുഡ് സ്റ്റാൻഡ് ടുഗെദർ എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചോണം. പീപ്പിൾ ടു കം ടുഗെദർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ നോ മാറ്റർ വെയർ ദേ ആർ ഫ്രം ഓർ വാട്ട് കൾച്ചർ ദേ ബിലോങ് ടു. ഏത് കൾച്ചറിലുള്ളവരാണെങ്കിലും ശരി, ഏത് കോണ്ടിനെന്റിലുള്ളവരാണെങ്കിലും ശരി, ഏത് ലാംഗ്വേജ് പറയുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഭൂമിയുടെ നേച്ചറിന്റെ സേഫ്റ്റിക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുക തന്നെ വേണം. ഇറ്റ് ഡസന്റ് മാറ്റർ വെയർ ആർ യു ഫ്രം ഓർ വിച്ച് കൾച്ചർ യു ബിലോങ് ടു. അതൊന്നും ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം, ബിക്കോസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ സൊസൈറ്റി, like for the well-being of nature, we should stand together, join our hands together. Okay, then taking care of the environment. Mathai talked a lot about taking care of nature. She especially liked trees because they help keep everything in balance. For her, trees were like symbols of how everything in nature is connected. അതിൽ തന്നെ പറയുന്നുണ്ട് when a sapling is planted എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ തന്നെ എന്താണ് സിമ്പിൾ തരുന്നത്? ഒരു തൈ നടുമ്പോൾ അല്ലേ. and she believed that the trees were the symbols of how everything is nature is connected. nature എത്രത്തോളം കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നേച്ചറിൽ എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന്റെ സിമ്പിൾ ആണ് ട്രീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് when a sapling is planted എന്ന് പറയുമ്പോൾ we are offering something to nature and it shows some kind of positive change. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ. Yes, we have to restore the beauty of nature and give better world to our next generation. Amina, it's a correct answer. അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ടാഡ്പോളിന്റെ സീൻ. കാരണം ഇത് എങ്ങനെയാണ് ഈ ഒരു നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് എൻഡ് ചെയ്യുമ്പോൾ പറയുന്ന സീൻ എന്താണ്? പണ്ട് when she was a child, she used to enjoy the scenes of tadpoles playing in water. പക്ഷേ ഇപ്പോൾ she misses that particular view. അല്ലെ, ആ ഒരു സാധനം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണോ ലൈഫ് എൻജോയ് ചെയ്തിരുന്നത്, ടാഡ്പോൾസിന്റെ ഒക്കെ സീൻ കണ്ട പേരൻസിന്റെ കൂടെ എൻജോയ് ചെയ്ത, അത് നമ്മുടെ യങ് ജനറേഷന് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ റിസ്റ്റോർ ചെയ്യുക തന്നെ വേണം. നമ്മുടെ മുന്നേ ഉള്ളവർ അത് ചെയ്തത് കൊണ്ടാണ് we were lucky enough to experience all those things, but for our coming generation we should be responsible to restore all these things എന്ന് പറയുന്നതാണ് ഈ ഒരു when a sapling is planted എന്ന് പറയുന്നതിന്റെ മെയിൻ ഒരു സംഭവം. ഓക്കെ, ക്ലാസ് എപ്പോഴാ കഴിയുക? പെട്ടെന്ന് കഴിയാട്ടോ, പെട്ടെന്ന് എല്ലാം തീർക്കാം. Then importance of fairness and freedom. Vankari Mathai talked about how it is important for everyone to be treated fairly. She also said that for things get better, we need to live in a free and fair society where people have rights. അത് മാത്രമല്ല, നേച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ we should be free ourselves. അല്ലെ, അല്ലെങ്കിലും ഒരു അടച്ചുപൂട്ടിയിട്ട ഒരു സ്ഥലത്ത് നിന്ന്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഫ്രീ എൻവയോൺമെന്റ്, ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഫോർ ദാറ്റ് we should be free ourselves. ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. Then remembering nature from the past. Mathai remembered how the world used to be when her parents were around. Sadly, she saw that it has changed a lot over time and she felt a bit sad about it. Last sentence എന്ന് പറയുന്നത് ടാഡ്പോളിന്റെ ഇമേജ് വരുന്ന ഒരു സാധനമാണ്. When she was with her parents, she used to enjoy this nature a lot, but now the young generation is missing all these aspects of nature and we are responsible for that. For that, we need to restore everything that we have enjoyed from our past generation, all generation, to our coming generation. നല്ലൊരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചോണേ. ഓക്കെ,
നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാലോ അല്ലെ. റൈസ് എന്ന് പറയുന്നത് ഉള്ള പോയത്തിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയമാണ് റൈസ് എന്ന് പറയുന്നത്. റൈസ് ആസ് എ സാറ്റർ അല്ലെങ്കിൽ സാറ്ററിക്കൽ എലമെന്റ്സ് ഇൻ ദ പോയം റൈസ് ഒക്കെ ഓർത്ത് വെച്ചോണം. ചെമ്മനം ചാക്കോയുടെയാണ്. ആൻഡ് ഹിയർ ദ പോയറ്റ് is coming back to Kerala after 4 years of research in North India and he is really hoping for something at his village. എന്താണ് അത്? A yummy lunch using this അത്തിക്കര റൈസ്. അത്തിക്കര റൈസ് കൂട്ടിയിട്ടുള്ള ഒരു യമ്മി ലഞ്ചാണ് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു വരുന്നു. ആൻഡ് പ്ലാന്റിംഗ് സീസൺ ആണ്. പാഡി ഫീൽഡ് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ വരികയാണ്. അത് മാത്രമല്ല ഹസ്ക് യൂസ് ചെയ്ത് കൊച്ചുകുട്ടികളുടെയൊക്കെ മുന്നിൽ ടോയ്സ് ഉണ്ടാക്കി കുറച്ച് വലിയ ആളാകണം. അത്തിക്കര റൈസ് കൂട്ടിയിട്ട് ചോറ് കഴിക്കണം. അത്രയും പ്രതീക്ഷയോടെ നാട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് അവിടെ പാഡി ഫീൽഡ് ഒന്നുമില്ല. പകരം അവിടെ റൈസ് ക്രോപ്പിൽ നിന്ന് മണി മേക്കിംഗ് ആയിട്ടുള്ള ക്യാഷ് ക്രോപ്പിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഈവൻ ഹിസ് ഓൺ ഫാദർ വാസ് എ ഗ്രേറ്റ് ഫാമർ. പക്ഷെ ഈവൻ ഹി ഹാസ് ചേഞ്ച്ഡ് ഹിസ് ആറ്റിറ്റ്യൂഡ് അല്ലെ. അദ്ദേഹം പോലും ഒരു റബ്ബർ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് വീട്ടിൽ വരുമ്പോൾ കാണുന്നത്. അതെല്ലാം പോയിട്ട് അമ്മ വിശക്കുന്നു കുറച്ച് ചോറ് എടുക്കുക എന്ന് പറഞ്ഞ് വരുമ്പോൾ എന്താണ് കാണുന്നത്? അവിടെ ചോറ് കിട്ടാനില്ല. പകരം അവിടെയും ബ്രദർ റേഷൻ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയൊക്കെയാണ് കാണുന്നത്. ആൻഡ് ഹി തിങ്സ് ദാറ്റ് അവിടെയും നോർത്ത് ഇന്ത്യയിലും ചപ്പാത്തി ആയിരുന്നു, ഇനി ഇവിടെയും ചപ്പാത്തി കഴിക്കേണ്ടി വരുമോ? പിന്നെ ഏറ്റവും കോമഡി ആയിട്ടുള്ള സാറ്റർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീനാണ് ക്യാഷ് ക്രോപ്സിന്റെ മുകളിൽ കൂടെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ക്യാഷ് ക്രോപ്സിന്റെ മുകളിൽ കൂടെ പ്ലെയിൻ പിടിച്ച് എവിടേക്ക് പോകുന്നത്? സെന്ററിലേക്ക് പോകുന്നത് ടു ആസ്ക് ഫോർ മോർ ഗ്രെയിൻസ്. അത് സാറ്റർ വളരെ അധികം ഉള്ള ഒരു ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് സാറ്ററിക്കൽ എലമെന്റ്സിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. റൈസ് ഇസ് എ സർക്കാസം ദാറ്റ് സേസ് അബൌട്ട് ചേഞ്ചിങ് മൈൻഡ് ഓഫ് ഫാമേഴ്സ് ആൻഡ് സൊസൈറ്റി. എക്സാക്ട്ലി ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. ദെൻ ഓൾഡ് ആൻഡ് ന്യൂ ജനറേഷൻ തമ്മിലുള്ള ഒരു ഷിഫ്റ്റും. ഓൾഡ് ജനറേഷൻ സ്റ്റിക്ക് ഓൺ ടു ഓൾ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. ന്യൂ ജനറേഷൻ ആണ് ഗോ ബിഹൈൻഡ് ദിസ് മണി മേക്കിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ കാണുന്നില്ലേ? ഓൾഡ് ജനറേഷനിൽ നിൽക്കുന്ന ഫാദർ ആണ് ശരിക്കും മണി മേക്കിംഗ് പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള റബ്ബറും മരേക്കാനട്ടിന്റെയും പുറകെ പോകുന്നത്. ഹിയർ ദ പേഴ്സൺ ഹു ബിലോങ്സ് ടു ദ ന്യൂ ജനറേഷൻ ഇസ് ദ വൺ ഹു ഇസ് ആക്ച്വലി ട്രൈയിങ് ടു ഹോൾഡ് ഓൺ ടു അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദിസ് ഓൾഡ് ട്രഡീഷൻ ആൻഡ് കസ്റ്റം. പിന്നെ ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്രയൊക്കെ ഫോളോ ചെയ്ത് വന്ന കസ്റ്റംസ് ആണെങ്കിലും ട്രഡീഷൻ ആണെങ്കിലും പ്രോഫിറ്റ് മേക്കിംഗ് അതിന്റെ മുന്നിൽ മണി മേക്കിംഗ് ഒരു സാധനത്തിന്റെ മുന്നിൽ നമ്മുടെ കസ്റ്റംസും ട്രഡീഷനും ഒക്കെ എന്ത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഹ്യൂമൻ ബീയിങ്സിനുള്ളത്. ഇത്രയുമാണ്. ഒരു ക്രിറ്റിസിസം ആണോ എന്ന് ചോദിച്ചാൽ പ്യുവർ ക്രിറ്റിസിസം ആണ്. പക്ഷെ സറ്റയർ ആണോ? 100% സറ്റയർ ആണ്. ഇത്രയും പോയിന്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ? യെസ്. ദെൻ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിമൻ എംപവർമെന്റ്. ഇന്നലെയൊക്കെ എത്ര വട്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? വിമൻ എംപവർമെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഹാർഡിൻ ബി ജോൺസിന്റെ എസ്സേ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മെഡിസിൻ ആൻഡ് പ്ലഷർ ഡ്രഗ്സ്. ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. നമ്മൾ മെഡിസിനും പ്ലഷർ ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. മെഡിസിൻ ഹെൽപ്പ് വെൻ സിക്ക് വൈൽ പ്ലഷർ ഡ്രഗ്സ് മേക്ക് യു ഫീൽ ഗുഡ് ബട്ട് നോട്ട് നെസസറി ഫോർ ഹെൽത്ത്. നമുക്ക് അസുഖം വരുമ്പോൾ അസുഖം ക്യൂർ ചെയ്യാനായിട്ടാണ് മെഡിസിൻസ് കഴിക്കുന്നത്. പക്ഷെ പ്ലഷർ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ശരിക്കും ആവശ്യമില്ല. അഡിക്ഷൻ ആൻഡ് മോർ. യൂസിങ് ഡ്രഗ്സ് അലോട്ട് ക്യാൻ മേക്ക് യു വാണ്ട് മോർ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഓൾവേസ് ഫീൽ ഗുഡ് എനിമോർ. ഒരു തവണ ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും ഇൻടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അഡിക്ഷൻ കൂടും. അഡിക്ഷൻ കൂടി വരുമ്പോഴത്തേക്ക് എത്ര ഇൻടേക്ക് ചെയ്താലും അതിനൊരു എഫക്റ്റ് ഇല്ല എന്ന് തോന്നുകയും അങ്ങനെ നിങ്ങൾ വൾഗറായി മാറുകയും ചെയ്യും. ഫിസിക്കലി നിങ്ങൾ മാറും. അതുമാത്രമല്ല മാനറിസം ബിഹേവിയർ ചേഞ്ചസും നിങ്ങൾക്കുണ്ടാകും. Okay, bad effects on body and mind. Drugs can make you sad, sick and act differently. പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കും. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങ് ലോ ലെവലായി മാറും. അത് മാത്രമല്ല ബാക്കി നോർമൽ മനുഷ്യരിൽ നിന്ന് കുറച്ച് ക്രേസി മെന്നായി നിങ്ങൾ മാറും. They can harm your liver, lungs and brain. നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് പോകും. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ കൺട്രോളിൽ അല്ലാതായി മാറും. അത് മാത്രമല്ല ഓർഗൻ ഫെയിലിയേഴ്സ് വന്ന് ഡെത്ത് വരെ സംഭവിക്കാം. ഡേഞ്ചർ ഫോർ പ്രഗ്നന്റ് വിമൻ. അത് മനുഷ്യർ ഈവൻ വെൻ വിമൻ ആർ യൂസിങ് ഇറ്റ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബേബീസിന് അതനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് അത്രമാത്രം പ്രശ്നമുള്ള ഒരു സാധനമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ദെൻ വൈ ആർ യു ഈവൻ യൂസിങ് ഇറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർഡിൻ ബി ജോൺസ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിൻഹാജ നീ എവിടെയായിരുന്നു?
Health problems എന്ന് പറയുമ്പോൾ using drugs make it easier to get sick, lose weight and have trouble breathing. Serious damage possible. Drugs can harm you forever, especially your brain. It's important to know how they affect your mind. നമുക്കറിയാം ഫിസിക്കലി ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മെന്റലി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നറിയാം. പക്ഷേ ഇത് how it affects your own brain എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർത്ത് വെക്കാറില്ല, which is the most important factor. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. And the difference between sensual drugs and medicines. മെഡിസിൻസിന്റെ ആവശ്യം എന്താണ്? By knowing the need of body and mind, actually doctors prescribe these medicines and it is actually used to cure our illness. പക്ഷേ sensual drugs എന്ന് പറയുന്നത് our body really don't need that, but just for a temporary moment of pleasure we use it and become addicted to this, just എന്താണ് wasting your life forever. ഇത്രയുമാണ് ഇതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആർ.എച്ച്. വുഡിന്റെ പ്ലേ ആണ്. സെറ്റിംഗ് എന്ന് പറയുന്നത് ഇൻ എ വില്ലേജ് പോസ്റ്റ് ഓഫീസ് ഡ്യൂറിംഗ് ക്രിസ്മസ്. പ്ലോട്ട് എന്ന് പറയുന്നത് ഫോറിനർ ദ ഡഗഡിക് ഫീൽ ഡിപ്രസ്ഡ് ആൻഡ് ഫീൽ റെസ്പോണ്ട് ടു ദി എൻവയോൺമെന്റ് ആൻഡ് പീപ്പിൾ. അതെ, വളരെ കറക്റ്റ് ആണ്. പ്ലോട്ട് എന്ന് പറയുന്നത് ഫോറിനർ സെൻഡ്സ് എ പാർസൽ ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. നിയർ ബൈ പോസ്റ്റ് ഓഫീസസ് റിസീവ് ബോംബ് ത്രെറ്റ്സ് ക്രിയേറ്റിംഗ് ഫിയർ. പാനിക് എൻസ്യൂസ് വെൻ എ ടിക്ലിംഗ് സൗണ്ട് കംസ് ഫ്രം വൺ പാർസൽ. ആക്ഷൻസ് എന്ന് പറയുന്നത് ദ പോലീസ് ഓഫീസ് അസിസ്റ്റന്റ് കോൾസ് ദ പോലീസ് ആൻഡ് പോലീസ് കൺഫേം എ ബോംബ് ഇൻ ദ ഫോറിനർ പാർസൽ. ദേ ട്രൈ ടു ഡെഫ്യൂസ് ഇറ്റ് ബൈ ഇമേഴ്സിംഗ് ഇറ്റ് ഇൻ വാട്ടർ. അറിയാലോ അല്ലെ? സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസ് ആണ്. ആ സമയത്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുന്നത് ബോംബ് അറ്റാക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ പോസ്റ്റ് ഓഫീസിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഒന്നും അറിയാത്ത ഒരു ഫോറിനർ ഒരു അലാറം ക്ലോക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അയക്കാനായിട്ട് നിൽക്കുന്നു. അതിന്റെ ടിക്കിംഗ് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് പാനിക് എൻസ്യൂസ് ആൻഡ് എവറി വൺ തിങ്സ് ദാറ്റ് ഇറ്റ്സ് ഗോൺ ബി എ ബോംബ്. അങ്ങനെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനെ വിളിക്കുന്നു. അവർ വന്നിട്ട് ഇത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അത് നശിപ്പിക്കുമ്പോഴാണ് ഫോറിനർ കമ്മിങ് ബാക്ക് ടു ടേക്ക് ഹേഴ്സ് ഗ്ലൗസ് വരികയും ഈ കാഴ്ച കാണുകയും ചെയ്യുന്നത്. അവിടെ തമ്മിൽ ചകട. ആൻഡ് ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് ആയിട്ടുള്ള യങ് ലേഡി ഷീ സേസ് ദാറ്റ് ഐ എം ഗോയിങ് ടു വർക്ക് ഇൻ ദി ആനിമൽ ഡിസ്പെൻസറി നിയർ ബൈ because it's better than human beings എന്ന് പറയുന്ന ഒരു കമന്റ് ഓർത്ത് വെച്ചോണം. ചിലപ്പോൾ അതിനെക്കുറിച്ച് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ പോസ്റ്റ് അസിസ്റ്റന്റ് പറയുന്നില്ലേ, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ടു വർക്ക് ഇൻ ദി ആനിമൽ ഡിസ്പെൻസറി ദാൻ കണ്ടിന്യൂയിങ് ഹിയർ. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ആനിമൽസ് ഹാവ് മോർ ലോജിക് വെൻ കമ്പയർഡ് ടു ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്. അത് അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം, ബിക്കോസ് ഷീ ഈസ് എ വർക്കിംഗ് ലേഡി, ഷീ ഹാസ് സം സോഷ്യൽ, അതല്ലേ, വി എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് വേ ഫ്രം ഹർ. അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് വി എക്സ്പെക്ട് സംതിങ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷീ ഈസ് സീയിങ് ദാറ്റ് ആനിമൽസ് ആർ മോർ ബെറ്റർ ദാൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു? ഓർ ബീയിങ് എ സോഷ്യൽ വർക്കർ, ഈസ് ഇറ്റ് ഓക്കെ ടു റിഫ്ലക്ട് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ടു സേ സംതിങ് ലൈക്ക് ദിസ്, ഓർ ടു സേ കമന്റ് ഓൺ ദിസ് എന്നൊക്കെ രീതിയിൽ ചോദിക്കാം. ഓക്കെ, യു ക്യാൻ എക്സ്പെക്ട് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട്. കുറയ്ക്കണോ? സ്പീഡ് കൂട്ടാൻ പറഞ്ഞത് കൊണ്ടാണ് കൂട്ടിയത്. നമുക്ക് ഇനിയും ഒരുപാടുണ്ടല്ലോ. ഓക്കെ, this is going to hurt just a little bit എന്ന് പറയുന്നത് ഒഗ്ഡൻ നാഷിന്റെ ഒരു പോയാണ്. ആൻഡ് ഇതിൽ മെയിൻലി ടോക്സ് അബൌട്ട് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഹ്യൂമറസ് എലമെന്റ്സ് ഇൻ ദ പോയമാണ്. അത് മാത്രമല്ല, ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഹി മെൻഷൻസ് ദ ഡിസ്കംഫർട്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് ആൻ ഓപ്പൺ മൗത്ത്. ദ ഫ്രേസ് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഹിൻസ് അറ്റ് some pain. അതായത് നമ്മുടെ narrator or the poet is going to visit a dentist. അവിടെ ഡെന്റിസ്റ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ he is actually really confused, irritated ആകുന്നുണ്ട്. കാരണം എന്താണ്? ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുള്ളവർക്കറിയാം കുറച്ച് ടെൻസ്ഡ് ആൻഡ് സ്കെയറി ആണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ വായും തുറന്ന് കിടക്കുകയാണ്, വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. വി ആർ ആക്ച്വലി വെരി മച്ച് കൺസേൺ അബൌട്ട് അവർ ഓൺ ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലേ? ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഉള്ളത് എന്നുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ വേദന എടുക്കാൻ പോവാണ്, പല്ലാണ്, വേദന എടുക്കുക, ആ ഒരു ഡൗട്ട് ഉണ്ടാകും. അത് മാത്രമല്ല, ഹിയർ ദ ഡോക്ടർ ഈസ് ട്രൈയിങ് ടു അഡ്ജസ്റ്റ്, അല്ലെങ്കിൽ ഹി ഈസ് ട്രൈയിങ് ടു ഡു സംതിങ് യൂസിങ് എ മിറർ ആൻഡ് എ ക്രോബാർ. ഒന്നാമതേ ഈ ഡോക്ടർ ഒറ്റയ്ക്കാണ്, മിറർ യൂസ് ചെയ്തിട്ടാണ്, പല്ലിന്റെ കാര്യമാണ്. മിററിൽ റിഫ്ലക്ഷൻ കാണുമ്പോൾ റൈറ്റ് ലെഫ്റ്റും ലെഫ്റ്റ് റൈറ്റും ആയിട്ട് തോന്നും. അപ്പൊ എന്റെ വേദനയുള്ള പല്ലിൽ തന്നെയാണോ ഈ വർക്കൊക്കെ ചെയ്യാന്നുള്ള ഒരു ഡൗട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഹി വോണ്ട്സ് ടു അഡ്ജസ്റ്റ് ഇറ്റ് യൂസിങ് ദിസ് ക്രോബാർ.
അപ്പോൾ അത് എത്രത്തോളം വർക്ക് ഉണ്ടാവും. പിന്നെ ആ ഒരു ഡ്രില്ലിംഗ് സൗണ്ട് ഒക്കെ കേൾക്കില്ലേ വായിക്കാത്ത, വെൻ ഹി ട്രൈസ് ടു ക്ലീൻ ടീത്ത് ആ ഒരു സൗണ്ട് കേൾക്കും. ആൻഡ് ഹി തിങ്സ് ലൈക്ക് ഇത് ഡ്രില്ല് ചെയ്ത് എൻ്റെ നെഞ്ച് വരെ എത്തുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്. ആൻഡ് ബിക്കോസ് ഓഫ് അറ്റ്മോസ്റ്റ് ടെൻഷൻ ഹി സ്ക്രാച്ചസ് ഹിസ് പാം ആൻഡ് ഹി ഈവൻ തിങ്സ് ദാറ്റ് ഈ സ്ക്രാച്ച് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ലൈഫ് ലൈൻ തന്നെ മാറിപ്പോവോ, ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമോ അല്ലേ ടെൻഷൻ വരുമ്പോൾ, അയ്യോ ഇതെന്താ ചെയ്യുന്നത്. ഈ ഒരു ആ ഒരു ഇത് കാരണം, ആ ഒരു ഫോഴ്സ് കാരണം എൻ്റെ ഈ ഒരു ലീവ്സ്, പാം ലീവ്സിലുള്ള ഇതുപോലും മാറിപ്പോകുമോ, ലൈൻസ് മാറിപ്പോകുമോ എന്ന് കൺഫ്യൂസ്ഡ് ആകുന്ന ആള്. കണ്ടോ, മിസ്സേ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുമെന്നും പറയുന്നുണ്ട്, മിസ്സ് സ്പീഡ് കുറച്ച് പറയുമെന്നും പറയുന്നുണ്ട്. നമുക്കൊരു ന്യൂട്രൽ സാധനത്തിൽ കയറി പിടിക്കാം അല്ലേ. So the stanza sets a humorous tone for the poem. Overall it reflects the poet's reluctance and unease about dentist visit. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ലൈൻ ഏതാണ്? The main reason people go and visit a dentist is that they really don't want to go and visit a dentist എന്നുള്ള ഒരു സാധനം. പെട്ടെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലേ. നീ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിക്കുക. ആ ഒരു കാര്യമാണ്, ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ലൈനാണ്. നിങ്ങൾ ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി റുട്ടീൻ എന്നുള്ള ഒരു രീതിയിൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ട എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. ഈ ഒരു ചാപ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ സാറ്ററിക് അല്ല ഹ്യൂമറിക് എലമെന്റ്സ് ചോദിക്കുകയാണെങ്കിലോ ഈ ലൈൻസ് കോട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുക. കേട്ടോ? യെസ്, സ്പീഡാക്കിക്കോ. ഓക്കെ. Then crime and punishment, R.K. നാരായണന്റെ ആണ് സ്റ്റോറി. ഇവിടെ ടീച്ചർ ബിക്കംസ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് സ്റ്റുഡൻസ് പെർസിസ്റ്റന്റ് മിസ്റ്റേക്ക് ഇൻ മാത്സ്. ഇവിടെ ടീച്ചറും സ്റ്റുഡൻറ്റും, ഒരു ട്യൂഷൻ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. ടീച്ചർ റിസോർട്സ് ടു ഫിസിക്കൽ ഡിസിപ്ലിൻ ബൈ സ്ലാപ്പിംഗ് ദ ബോയ്. പേരൻസ് പ്രയോറിറ്റൈസ് അക്കാഡമിക് സർവീസസ് ഓവർ ഇമോഷണൽ വെൽബീങ്. ചൈൽഡ് എക്സിബിറ്റ്സ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ threatening to inform his mother. Teacher struggles to manage child's behavior effectively. Lack of clear boundaries and mutual respect in teacher-student interaction. Concerns raised about teachers' approach to discipline and parental pressure. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഒരു ട്യൂഷൻ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ളതാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ലിറ്റിൽ ബോയ് ആൻഡ് ഹിസ് പേരൻസ് എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജിയിലൊക്കെ PhD ഒക്കെ എടുത്തിട്ടുള്ള അത്രയും സൂപ്പർ ആയിട്ടുള്ള രണ്ട് പേരൻസ് ആണ്. ആൻഡ് ഇവിടെ ട്യൂഷൻ ടീച്ചർ എന്ന് പറയുന്നത് ഇസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഹാർഡ് ടു ഏൺ അല്ലെങ്കിൽ ടു മേക്ക് എ ലിവിങ്. ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു സം ഓഫ് 30 rupees എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് ഫോർ ഹിം. അത് നേടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുസൃതി കൊടുക്കായിട്ടുള്ള മിസ്ചീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലിറ്റിൽ ബോയെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അണ്ടർ ടു കണ്ടീഷൻ ദാറ്റ് ഇവനെ ഒരിക്കലും ഹേർട്ട് ചെയ്യിപ്പിക്കരുത്, ഇവന്റെ കംഫർട്ട് സോൺ വിട്ടിട്ട് ഒരിക്കലും പഠിപ്പിക്കാനായിട്ടിരിക്കരുത്, ആൻഡ് ഇമോഷണലി ഫിസിക്കലി അവനൊരു ട്രോമയും വരുത്തരുത് എന്നുള്ളതാണ് പേരൻസിന്റെ കണ്ടീഷൻ. പക്ഷേ ഈ കുസൃതി കൊടുക്കുകയോ ഭയങ്കര മിസ്ചീവിയസ് ആണ്. ആൻഡ് നോയിങ്ലി ഹി കമ്മിറ്റ്സ് മിസ്റ്റേക്സ്. സഹ്യ കേട്ടിട്ട് ടീച്ചർ ഒരു അടി കൊടുക്കുന്നു. അടി കൊടുത്തതിന് ശേഷമാണ് ദൈവമേ എൻ്റെ ജോലി ഇപ്പോൾ പോവല്ലോ എന്നുള്ളൊരു ടെൻഷൻ വരുന്നത് ടീച്ചറിന്. As a result, the teacher is actually forced to do anything that this boy commands. സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് കളിക്കാൻ പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് നിന്ന് കളിക്കും, കഥ പറയാൻ പറയുമ്പോൾ കഥ പറയും. അത്രയും ബോയ് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കും ടീച്ചറിൻ്റെ ഈ ഒരു പത്തറ്റിക് സിറ്റുവേഷനിൽ. ഫൈനലി ഇവൻ ഓടിച്ചിട്ടിട്ട് പിടിക്കുന്ന സമയത്താണ് പേരൻസ് വരുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂഷൻ ടീച്ചർ ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പാരയൊന്നും വെക്കാതെ ഇറ്റ്സ് ഓക്കെ, പ്ലീസ് ഡോണ്ട് ടെൽ എനിത്തിങ് ടു മൈ പേരൻസ് എന്നുള്ള രീതിയിൽ ഹെൽപ്ലെസ് ആയിട്ട് നമ്മുടെ ബോയ് നിൽക്കുമ്പോഴത്തേക്ക് ടീച്ചർ പറയുന്നുണ്ട്, ആ ഒരു സൈറ്റിൽ കൂടെ എന്താണ് അവർ കാണിക്കുന്നത്? ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഐ വിൽ നെവർ ടെൽ ദിസ് തിങ് ടു യു ആൻഡ് ബെറ്റർ യു ഷുഡ് also hide this thing from your parents and we will go in a mutual concept അല്ലെ, ആ ഒരു നല്ല രീതിയിൽ പോകാം, ബെറ്റർ നോ റിപ്പീറ്റ് ദിസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ്. ഇത്രയുമാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഒന്ന് ഫോർമാറ്റ്സ് ഒക്കെ ഒന്ന് വേഗം നോക്കിക്കേ. നമ്മൾ തമ്മിൽ ലാസ്റ്റ് ക്ലാസ് അല്ലേ? യെസ്, ക്ലാസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ് ആണ്. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വളരെ കൂളായിട്ട്, ഇന്നിപ്പോൾ എക്സാമിന് പോകാനുള്ള സമയമല്ല, അതുകൊണ്ട് മെയിൻ ഇത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൈകിട്ട് 6 o'clock ആൻസർ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, ആൻസർ പേപ്പർ അനാലിസിസ്. സോ നമുക്ക് ആ സമയം സെറ്റ് ആക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് എക്സാം. ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് നോക്കിക്കേ. ഫ്രം അഡ്രസ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, സല്യൂട്ടേഷൻ, ഡിയർ, കാര്യങ്ങൾ പറയുക, യേഴ്സ് ലവിംഗ്ലി, നെയിം. ഇപ്പൊ തീരും, വേഗം തീർക്കാം കേട്ടോ, പെട്ടെന്ന് തീർക്കാം. ഇപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ നോക്കിയല്ലോ.
കറക്റ്റ് എത്ര മാർക്ക് എന്നുള്ള രീതിയിലല്ല നമുക്ക് നോക്കാം. ആൻഡ് ഫ്രം ഡേറ്റ് സല്യൂട്ടേഷൻ, ഇവിടെ ടു വേണ്ട, അതേപോലെ തന്നെ സബ്ജക്റ്റ് വേണ്ട. ഇതാണ് ഇൻഫോർമൽ ലെറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ആൻഡ് ഹൗ ഡു യു സ്റ്റാർട്ട് ആൻ ഇൻഫോർമൽ ലെറ്റർ? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൗ ഡു യു ഡു, ഹൗ ആർ യു, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ, അതിനെയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരിക. ആൻഡ് വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ, ഹോപ്പ് ടു മീറ്റ് യു സൂൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുക ഇൻഫോർമൽ ലെറ്റർ. സോ ഓർത്തിരിക്കേണ്ടത് ഇത്രയുമാണ്. നമ്മൾക്ക് ഗ്രാമറിൽ വരുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇഫ് കണ്ടീഷണൽ, ചിലപ്പോൾ അത് 2 to 4 മാർക്സിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വരും. ഓക്കെ, ഗ്രാമറിൽ ഇത്രയും വരും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത്രയും വരാതെയും ഇരിക്കാം. സോ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഫോർമൽ ലെറ്റർ ഫോമാറ്റ്, ഫോർമൽ ലെറ്റർ ഫോമാറ്റ് വരുന്നുണ്ട്. ഇൻഫോർമൽ ലെറ്റർ അറിയാലോ, ഫ്രം എഴുതുക, ഡേറ്റ് എഴുതുക, ടു ഡിയർ ആണ് അത് എഴുതുക, ദെൻ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ടു അഡ്രസ്സും വേണ്ട, സബ്ജക്റ്റും വേണ്ട. ഇതാണ് ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ്. പിന്നെ ഇഫ് കണ്ടീഷണൽ നിങ്ങൾ ഓർത്ത് വെക്കുക. നോക്കിക്കേ, യൂഷ്വലി ദർ ആർ 3 കോമൺ പാറ്റേൺസ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ. ഫസ്റ്റ് കണ്ടീഷണലിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്, ഇഫ് പ്ലസ് പ്രസന്റ് ആണ് നിങ്ങളുടെ വേർബ് എന്ന് പറയുന്നതെങ്കിൽ വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് നോക്കേണ്ടത്. അതായത് ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. പ്രസന്റ് ആണെങ്കിൽ വേർബ് എന്ന് പറയുന്നത് ഇഫ് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദ വേർബ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വിൽ, ഷാൾ, ക്യാൻ, മേ. അതല്ല ഇഫ് പ്ലസ് പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ എന്തായി മാറും? വിൽ എന്നുള്ളത് വുഡ്, ഷാൽ എന്നുള്ളത് ഷുഡ്, ക്യാൻ എന്നുള്ളത് കുഡ്, മേ എന്നുള്ളത് മൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, എക്സാമ്പിൾ, ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. ഇഫ് യു ഗെറ്റ് ഹിയർ ബിഫോർ 8 വി ഷാൽ ക്യാച്ച് ദ ഏർലി ട്രെയിൻ. ഇതേപോലെ സെക്കൻഡ് കണ്ടീഷണൽ പാസ്റ്റ് ആണ്. ഇഫ് പ്ലസ് പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ്. എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് ഐ വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് സക്സീഡ്. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ would tell you. പാസ്റ്റ് ആണെങ്കിൽ would, should, could, might പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. അതുമല്ല തേർഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ would, should, could, might പ്ലസ് have പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് യു ഹാഡ് ഗോൺ there you could have met him. ഓർത്ത് വെക്കുക, പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിലാണ് തരുന്നതെങ്കിൽ വിൽ, ഷാൾ, ക്യാൻ, മേ. ഇത്രയും ഓർക്കുക. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. അതല്ല പാർട്ടിസിപ്പിളിലാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണ് നിങ്ങളുടെ വേർബ് വന്നിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഹാഡ് ഗോൺ ദിയർ, ഇഫ് ഐ ഹാഡ് വർക്ക് ദിയർ, അങ്ങനെയാണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഓർത്ത് വെക്കുക, ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് യു ഹാഡ് ഗോൺ ദിയർ യു കുഡ് ഹാവ് met him. If I had worked with confidence I would have succeeded. ഈ 3 റൂൾസ് പ്രസന്റ് ആണെങ്കിൽ ഈ ഒരു if plus present will, shall, can, may plus infinitive. പാസ്റ്റ് ആണെങ്കിൽ if plus past എന്ന് പറയുന്നത് would, should, could, might plus infinitive. and third conditional എന്ന് പറയുന്നത് if plus past perfect ആണെങ്കിൽ would, should, could, might plus have plus past participle. ഇത്രയും ഓർത്താൽ മതി. ഓരോ എക്സാമ്പിളും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഓർത്ത് വെക്കുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ദെൻ ഇമെയിലിന്റെ ഫോമാറ്റ് എന്താണ്? ഇമെയിലിന്റെ ഫോമാറ്റ് നോക്കിക്കേ. ഇമെയിൽസ് ആർ എഫിഷ്യന്റ് ആൻഡ് ഫാസ്റ്റർ ഓൺലൈൻ കറസ്പോൺസ് ലെറ്റർ. സോ ഇതിലെ മെയിൻ ഫോമാറ്റ് എന്ന് പറയുന്നത് ടു അഡ്രസ്, CC, BCC, സബ്ജക്ട്, സർ, മാഡം, സല്യൂട്ടേഷൻ കൊടുത്തതിന് ശേഷം ബോഡി ഓഫ് ദ ഇമെയിൽ താങ്കിങ് യു അല്ലെങ്കിൽ റിഗാർഡ്സ് പറഞ്ഞിട്ട് എഴുതുക. ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം മാളവിക അല്ലെങ്കിൽ മാളു @gmail.com, ആ gmail.com എഴുതാൻ മറക്കരുത്. ടു അഡ്രസ് ആണ്. ഫ്രം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. CC, BCC അങ്ങനെ കിടന്നോട്ടെ, ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. എന്താണോ സബ്ജക്ട് എന്നുള്ളത് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് പറയുക. ദെൻ ആരെയാണോ, സർ ആണോ മാഡം ആണോ എന്ന് വെച്ചിട്ട് സല്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഫ്രണ്ടിനും ഇമെയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പേർപ്പസിന് ഫ്രണ്ടിനോ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ ബോഡി പോലെ വേണം ലെറ്റർ എഴുതാനായിട്ട്. ഒരു ഒഫീഷ്യൽ സിറ്റുവേഷനിൽ ആണ് എഴുതാനായിട്ട് പറയുന്നതെങ്കിൽ ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ഓർത്ത് വെച്ചോണം. 2 CC, BCC, സബ്ജക്ട്, സല്യൂട്ടേഷൻ, ബോഡി ഓഫ് ദ ഇമെയിൽ, റിഗാർഡ്സ്, നെയിം പറയുന്നതാണ് ഇമെയിലിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തെന്ന് പറയുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ റൈറ്റിംഗിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ആളാണെങ്കിലും ശരി, അറിയാത്ത ആളാണെങ്കിലും ശരി, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വളരെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്തൊരു പാരഗ്രാഫ് ആക്കി എഴുതുക മാത്രം മതി.
ഇവിടെ ബർത്ത് 16th March. ഇവിടെ ഓണും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു അല്ലേ. ഷി വാസ് ബോൺ ഓൺ 16th March. അതല്ല ഇയർ ആണ് പറയുന്നതെങ്കിൽ ഷി വാസ് ബോൺ ഇൻ 1971. ഇയർ ആണെങ്കിൽ ഇന്ന് യൂസ് ചെയ്യണം. അതല്ല ഡേറ്റോ മന്തോ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഓൺ വെച്ചിട്ട് പറയുക. പ്ലേസിന് മുന്നേ ഇന്നാണോ അറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് സ്ഥലങ്ങൾ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഏതാണോ വലിയ സ്ഥലം അതിന് മുന്നേ ഇന്നും ചെറിയ സ്ഥലത്തിന് മുന്നെയാണ് അറ്റും യൂസ് ചെയ്യുന്നത്. അറ്റ് കവടിയാർ ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, അതേപോലെ അറ്റ് കാഞ്ഞങ്ങാട് ഇൻ കാസർഗോഡ്, അറ്റ് മല്ലപ്പള്ളി ഇൻ കോട്ടയം. കാരണം മല്ലപ്പള്ളി വെച്ച് നോക്കുകയാണെങ്കിൽ കോട്ടയമാണ് വലിയ സ്ഥലം, അപ്പൊ അത് ഇൻ. പിന്നെ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള കൊച്ചി, ട്രിവാൻഡ്രം ഒക്കെ പറയുകയാണെങ്കിൽ ഇൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇൻ ട്രിവാൻഡ്രം ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെ, കേരളത്തിന്റെ ക്യാപിറ്റൽ ആണ്. സോ അങ്ങനെ ഒരു രീതിയിലും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ വേണം. അത്രയും കാര്യങ്ങൾ. പിന്നെ പേരൻസിന്റെ കാര്യമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇഫ് ദേ ആർ ലിവിങ്, എന്താണ് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേർ യൂസ് ചെയ്യുക ആൻഡ് ഹിസ് പേരൻസ് വെയർ എന്നുള്ള രീതിയിൽ. സ്റ്റിൽ ഉണ്ടെങ്കിൽ ദേ ഹിസ് പേരൻസ് ആർ എന്നുള്ള ഒരു രീതിയിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇസ് യൂസ് ചെയ്തിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആ പ്രപ്പോസിഷനും പാസ്റ്റ് ടെൻസിന്റെ രീതിയും മാത്രമാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് പ്രൊഫൈൽ റൈറ്റിംഗിൽ. ഇത്രയും കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി പ്രൊഫൈൽ റൈറ്റിംഗിൽ. റൈറ്റ്, യെസ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. CV ആൻഡ് റെസ്യൂമി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഷഹീൻ മിസ്ട്രിയുടെ ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിടത്ത് ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രം. ആദ്യം ഒരു ഫോർമൽ ലെറ്റർ വേണം. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താണ്? നെയിം, ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് എഴുതുമ്പോൾ, ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ റെഫറൻസ് എഴുതാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ with reference to your advertisement in the Hindu dated 23/7/2021. ആപ്ലിക്കേഷൻ ആണ് സബ്ജക്റ്റ്. എന്തുമായിട്ട് റെഫറൻസ് ചെയ്തിട്ടാണ്? നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് വിച്ച് അപ്പിയർഡ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ഡേറ്റും കൂടെ എഴുതണം. അങ്ങനെ വേണം സബ്ജക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാ മീന. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സെറ്റ് ആക്കാം. ദെൻ നിങ്ങൾ എന്തിനാണ് വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ? ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ള കാര്യങ്ങൾ പറയുക. ദെൻ വൈ ഡു യു തിങ്ക്, അല്ലെങ്കിൽ വൈ ഡു യുവർ സെൽഫ് തിങ്ക് ദാറ്റ് യു ആർ ഫിറ്റ് ടു ദിസ് ജോബ് എന്നുള്ള കാര്യം ചോദിക്കാൻ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ഫിറ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് പറയുക. ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയുക. പിന്നെ ഒരു റീഅഷുറൻസ് കൊടുക്കുന്ന പോലെ, ഇഫ് ഐ എം സെലക്ടഡ് ഐ തിങ്ക് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ഓൾ ദോസ് തിങ്സ് എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ലെറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ലെറ്റർ ഒരു പേജിലാണെങ്കിൽ ഒരു ഫ്രഷ് പേജിൽ വേണം CV അല്ലെങ്കിൽ ബയോഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ആണോ? ഇവിടെ റെസ്യൂമയുടെ ഫോമാറ്റ് ഓർത്ത് വെച്ചേ. നോക്കിക്കേ ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. നെയിം ആൻഡ് അഡ്രസ്. നെയിം, അഡ്രസ്, ദെൻ പേഴ്സണൽ ഡീറ്റെയിൽസ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പേഴ്സണൽ ആദ്യത്തെ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസിന് കൊടുക്കേണ്ട സ്ഥലമാണ്. നെയിം, അതേപോലെ അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, കോൺടാക്ട് ഇൻഫോർമേഷൻ. ഇത്രയാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വേണ്ടത്. പിന്നെ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ആ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ MA, BA, +2, 10th, SSLC ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ വി ഹാവ് ദ സെഗ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റും അതേപോലെ തന്നെ എക്സ്പീരിയൻസും എഴുതാൻ മറന്നു പോകരുത്. റിലേഷൻ ഉണ്ടാവണം കേട്ടോ. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം എക്സ്പീരിയൻസ് പറയുക. അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്കുണ്ടോ അത്. ദെൻ സ്കിൽസ് എന്ന് പറയുന്നത് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിംഗ് പോയംസ് ആൻഡ് എവറിത്തിങ്. ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ആൻഡ് തമിഴ്. ഇൻട്രസ്റ്റ് സോഷ്യൽ സർവീസ് ആൻഡ് റീഡിംഗ് നോവൽസ്. ഐ ഹിയർ ബൈ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് ഡിക്ലറേഷൻ നോട്ട് എന്ന് പറയുന്നത്. ഞാൻ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്ന് പറയുന്ന ഡിക്ലറേഷൻ ലെറ്റർ റെസ്യൂമിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതെങ്ങനെ എഴുതുന്നേ? ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ അബൌട്ട് given information are true and correct to the best of my knowledge, and if I found otherwise I alone shall be responsible. Name, signature കൊടുക്കുന്നതാണ്. Okay, yes.
ദെൻ ഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രം അഡ്രസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ദെൻ ടു അഡ്രസ് കൊടുക്കുക, സർ മാഡം സബ്ജക്ട് പറഞ്ഞതിന് ശേഷം ബോഡി ഓഫ് ദ ലെറ്റർ, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി നെയിം കൊടുക്കുന്നതാണ് ഫോമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ലെറ്ററിന് ടു അഡ്രസ് വേണ്ട, സബ്ജക്ട് വേണ്ട. പക്ഷേ ഫോർമൽ ലെറ്ററിന് ഫ്രം, ഡേറ്റ്, ടു, സല്യൂട്ടേഷൻ കഴിഞ്ഞ സബ്ജക്റ്റും ആ ഒരു ബോഡി പ്രസന്റ് ചെയ്യുക. ഇത്രയുമാണ് ഫോർമൽ ലെറ്ററിന് വേണ്ടത്. ഇമെയിൽ ലെറ്ററിന്റെ ഫോമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടു അഡ്രസ്, CC, BCC, സബ്ജക്ട്, സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. ഓക്കെ, അറിയാമല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാലോ അല്ലെ. ദെൻ ബ്ലർബ് റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. ബ്ലർബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്കിന്റെ ബാക്ക് കവർ പേജിൽ നൽകിയേക്കുന്ന ഡീറ്റെയിൽസിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെന്റ്. മാക്സിമം അത് ക്യാച്ചി ആൻഡ് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് വാട്ട് ഈസ് ദ മെയിൻ ഇന്റൻഷൻ ഓഫ് റൈറ്റിംഗ് എ ബ്ലർബ്? ദാറ്റ് യു ഷുഡ് ആക്ച്വലി ഏർജ് ദ റീഡർ ടു ബൈ ദാറ്റ് ബുക്ക്. ഒരു ബുക്ക് വായിക്കുമ്പോൾ അത് ഓക്കെ കൊള്ളാം, ഇത് വായിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണം എന്ന് തോന്നുന്നു എന്നുള്ള ഒരു രീതിയിൽ വേണം അത് പ്രസന്റ് ചെയ്യാൻ. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗിവ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദി ഓതർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, എക്സെട്ര. എക്സാമ്പിൾ ആയിട്ട് ഹൊറഗല്ലുവിന്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചേ. ഹൊറഗല്ലു ആൻഡ് അതർ അനക്ഡോട്ട്സ് ഓഫ് സുധാമൂർത്തി. ഏതാണോ പേര് അല്ലെ, ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന പോയം, വർക്ക്, ആ വർക്ക് എഴുതിയാൽ മതി ടൈറ്റിലായിട്ട്. അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്യാച്ചി ആയിട്ട് ഇതിന്റെ സമ്മറി ആൻഡ് അബൌട്ട് ദി ഓതർ ആൻഡ് സമ്മറി പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. അത് സമ്മറി അതേപോലെ എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു ട്വിസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സർപ്രൈസിംഗ് ആയിട്ട്, ക്ലൈമാക്സ് റിവീൽ ചെയ്യാതെ യു വോണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്, ദെൻ ഗോ ത്രൂ ദ ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്യാച്ചി ആയിട്ട് സർപ്രൈസിങ് എലമെന്റ്സ് കൊടുക്കുന്നതായിരിക്കും പക്ക സമ്മറി എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. Yes, ഇവിടെ നോക്കിക്കേ, this is a collection of interesting and heart-touching incidents from the writer's life. It is filled with vibes of human love and concern for others. Even when the whole world seems busy moving forward, some get stuck midway. They may need some care, a shoulder to lean on, and a few words to console their heavy heart. അതായത് നമ്മുടെ ഹൊറഗല്ലുവിൽ നടക്കുന്ന സ്റ്റോറി എന്താണെന്ന് അറിയാം, പക്ഷെ ഇവിടെ ബ്ലർബ് പ്രസന്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ്, ജനറൽ ആയിട്ടാണ് പറയുന്നത്. ചില നമ്മുടെ ജീവിത വഴിയിൽ ചില സമയം ഒന്ന് സ്റ്റക്ക് ആകും. ആ സമയത്ത് all we need is some good listeners in our life അല്ലെ. ഒരു ഷോൾഡർ ഉണ്ട്, ടു ലീൻ ഓൺ, ഒരു ഷോൾഡർ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടുന്നതാണ് the best feeling that we will ever get when we are stuck in our life എന്നുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് എടുത്തിട്ടാണ് ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. റെസ്യൂമെ എഴുതുമ്പോഴത്തേക്ക് നല്ല ഭംഗിക്ക് തന്നെ വരച്ചോളൂ. ഓക്കെ, ഒരു ബോക്സിലാക്കി തന്നെ എഴുതിക്കോളൂ കേട്ടോ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ വരച്ച് മാറ്റി എഴുതണം എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരുമിച്ചൊരു ബോക്സിലാക്കി ഒരു ബോക്സ് എഴുതിയതിന് ശേഷം നല്ല അടുക്കി ഇതിവിടെ തന്നിട്ടില്ലേ, എവിടെ, ഒരു സെക്കൻഡേ, ഇവിടെ തന്നേക്കുന്ന പോലെ കണ്ടോ, അതേപോലെ തന്നെ വാരി വലിച്ചെഴുതാതെ ഇതൊരു പാരഗ്രാഫ് ആണെന്നുള്ള ഒരു രീതിയിൽ തരാതെ ഇമെയിൽ ID, ഈ ഒരു സ്പേസ് നിങ്ങൾ എഴുതാനായിട്ട്, ഈ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. തന്നേക്കുന്ന സംഭവം ഇതും ഡീറ്റെയിൽസും ആ ഒരു ഹെഡിങ്ങും തമ്മിലുള്ള സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആൻഡ് നീറ്റ് ആക്കിയതിന് ശേഷം മൊത്തത്തിലൊരു ബോക്സ് ഇങ്ങനെ വരച്ചിരുന്നത് ബെറ്റർ ആയിരിക്കും. ആ ഒരു കുറച്ച് പ്ലീസിങ് ആയിരിക്കും അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു കാര്യം ഓർത്ത് വെക്കണേ. വിക്രമാദിത്യ എഴുത്ത് എന്താണ് മനസ്സിലായില്ല. സോ അടുത്തെന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷഹീൻ മിസ്ട്രി ആണെങ്കിലും വാങ്കറി മത്തായി ആണെങ്കിലും അതല്ലെങ്കിൽ സച്ചിദാനന്ദനെ ആണെങ്കിലും ആരെയാണെങ്കിലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നലെയൊക്കെ ഷഹീൻ മിസ്ട്രിയോട് ചോദിക്കുന്നത്, വാങ്കറി മത്തായിയുടെ അടുത്ത് ചോദിക്കുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുന്നത് ഡിസ്കസ് ചെയ്തു. അതൊന്നും പറ്റിയില്ല എങ്കിൽ, അതല്ല പുറത്തു നിന്ന് വേറൊരാളാണ് ചോദിക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ളതോ ഡിസ്കസ് ചെയ്തതോ അല്ല വേറൊരാളുടെ അടുത്താണ് ചോദിക്കുന്നെങ്കിൽ, ഏത് ഫീൽഡിലുള്ള ഒരാളുടെ അടുത്തും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അത് ഏതൊക്കെയാണെന്നുള്ള പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചേ.
What inspired you to pursue your current career or field, and how has that motivation evolved over time? സിനിമാക്കാരനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും അതല്ല ഒരു UPSC ഫോളോവർ ആണെങ്കിലും ശരി, വി ക്യാൻ ആസ്ക് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ടു എനിവൺ. കാരണം എന്താണ് ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണ് ഇതിന്റെ പിന്നിലെ മോട്ടിവേഷൻ എന്നാണ് ചോദിക്കുന്നത്. ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിച്ചൂടെ, ഏത് ഫീൽഡിലുള്ള ആളുടെ അടുത്താണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ റെലവെന്റ് ആണ് അല്ലേ, അതിപ്പോ ഓർത്ത് വെക്കുക. Then, can you share a significant challenge or obstacle you faced in your journey to success and how did you overcome it? ഏത് ഫീൽഡിലുള്ള ആളുടെ അടുത്താണെങ്കിലും ചോദിക്കാം. താങ്കളുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ താങ്കൾ എങ്ങനെ അത് ഓവർകം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു 2 വാക്ക് അങ്ങനെ ചോദിക്കാറില്ലേ? കോമൺ ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ആസ്ക് ടു എനിവൺ. Then എസ്സേ വരില്ലേ, ഉറപ്പായിട്ടും വരുമല്ലോ. ക്രിട്ടിക്കൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള പോയത്തിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും എസ്സേ എഴുതാനും ചോദിക്കുക കേട്ടോ. ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ എസെൻഷ്യൽ ഫോർ അച്ചീവിംഗ് ഗ്രേറ്റ്നെസ് ഇൻ യുവർ ലൈഫ്? ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് ക്രിറ്റിസിസം ഓർ സെറ്റ് ബാക്ക്? എങ്ങനെയാണ് ഫുൾ ടൈം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ഓഫ് കോഴ്സ് ഒരു വലിയ ആളാകുമ്പോൾ, സക്സസ്ഫുൾ പേഴ്സൺ ആകുമ്പോൾ ഒരുപാട് ക്രിറ്റിസിസവും സെറ്റ് ബാക്സും ഒക്കെ ഉണ്ടാകും. അതെല്ലാം കണ്ടില്ല എന്ന് കരുതി തരണം ചെയ്യാൻ, ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ എന്താണ്, വാട്ട് ഈസ് ദ റിയൽ മോട്ടിവേഷൻ ആണ് ചോദിക്കുന്നത്. വാട്ട് അഡ്വൈസ് വുഡ് യു take, അല്ലെങ്കിൽ what advice would you offer to aspiring individuals who aim to follow in your footsteps or make a significant impact in their own endeavors? താങ്കൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യങ് ജനറേഷന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഇത് ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്നതാണ്, നോക്കി വെക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. ഞാൻ പറഞ്ഞു റിവ്യൂ അടുത്തത് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഫിലിം റിവ്യൂവും ചോദിക്കാം, ബുക്ക് റിവ്യൂവും ചോദിക്കാം. നിങ്ങൾ ഒരു കഥ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ വെദർ യു ഷുഡ് വാച്ച് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത്? ആ സംഭവം തന്നെയാണ് ഫിലിം റിവ്യൂ. ആദ്യം അതിന്റെ കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ഏത് ഫിലിമാണ്, ആരാണ് ഡയറക്ടർ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ 2 to 3 സെന്റൻസിലുള്ളത് പറഞ്ഞതിന് ശേഷം യുവർ ഓൺ വ്യൂ പോയിന്റ് റിഗാർഡിംഗ് ദ ഫിലിം. ഫിലിം ആണെങ്കിൽ സ്റ്റോറി എന്താണെന്നുള്ളതെന്ന് പറയാം. പിന്നെ ചില ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഫിലിമിന് മാത്രമായിട്ടുള്ളത്, സോങ് ഉണ്ടാവും, ലിറിക്സ് ഉണ്ടാവും, കോമ്പോസിഷൻ ഉണ്ടാവും, സിനിമാറ്റോഗ്രാഫി ഉണ്ടാകും, ആക്ടേഴ്സിന്റെ അഭിനയം എത്രത്തോളം ഉണ്ടായിരുന്നു, ന്യൂ ഫേസ് ഉണ്ടെങ്കിൽ അതേ പ്രോമിസിങ് ആക്ടേഴ്സ്, ക്യാൻ വി എക്സ്പെക്ട് മോർ ഫിലിംസ് ലൈക്ക് ദാറ്റ്, ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസിൽ ഈ സിനിമയുടെ മെസ്സേജ് എത്രത്തോളം ഉണ്ട്, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള തീമാണോ, തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുക. 6 മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു 1 പേജ് അടുപ്പിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ഓക്കെ, മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ആൻഡ് ഹൗ ഇറ്റ് ഇൻസ്പയർഡ് യു, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ലൈക്ക് തീം ഓഫ് ദ സ്റ്റോറി ആണെങ്കിലും പ്രസന്റേഴ്സ് ആണെങ്കിലും ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളോ എന്നുള്ള രീതിയിൽ വേണം ഫിലിം റിവ്യൂ എഴുതാനായിട്ട്. ബുക്ക് റിവ്യൂ ആണെങ്കിൽ ഏത് ബുക്കാണ്, ആരാണ് എഴുതിയത്, ഇതിന്റെ ആ ഒരു സമ്മറി ഓഫ് ദ ബുക്ക് എന്താണെന്നുള്ളത്, ആൻഡ് ഹൗ ഇറ്റ് മോട്ടിവേറ്റഡ് യു. എഗെയിൻ ഏത് റിവ്യൂ ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് അത് പറയണം. ആൻഡ് കഥയിൽ വരുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തത് എത്രത്തോളമാണ്, അത് ബാക്കി സോഷ്യൽ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂസ് ചെയ്യുന്ന തീമാണോ, ഓൾമോസ്റ്റ് ദ സെയിം ആണ്. സിനിമയും ഫിലിമും വരുമ്പോഴത്തേക്ക് അതിൽ കോണ്ടന്റിൽ വരുന്ന ഒരു വ്യത്യാസം, അത് പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്യാരക്ടേഴ്സും സ്റ്റോറിയുമാണ് രണ്ടിലും നടക്കുന്നത്. സോ യുവർ വ്യൂ പോയിന്റ്. ഓക്കെ, അത്രയുമാണ് എഴുതേണ്ടത്. ദെൻ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. +2നെ സംബന്ധിച്ച് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വരിക അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയം ബേസ് ചെയ്തിട്ട് ഒരു പോയം വരികയും ഇത് രണ്ടും കമ്പയർ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുകയാണെങ്കിൽ അബൌട്ട് ദ പോയറ്റ് നിങ്ങൾ ആദ്യം എഴുതണം, പോയറ്റിനെ കുറിച്ച് എഴുതണം. ദെൻ സമ്മറി ഓഫ് ദ പോയം ആണ് എഴുതേണ്ടത്. യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പോയം, ഓർഗനൈസേഷൻ ഓഫ് ഐഡിയ, പോയറ്റിക് ഡിവൈസസ്. ഒരു കാര്യം മിസ് എടുത്ത് പറയട്ടെ, എസ്സേ ആണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ എഴുതുക. ഓരോ കുട്ടികൾ എഴുതുന്നതും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. സോ ഏതിനാ മാർക്ക് കിട്ടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ
ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്. ഇവിടെ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് എന്നൊരു പോയിന്റ് കണ്ടപ്പോഴാണ് മിസ് ഓർത്തത്. കാരണം നമ്മുടെ ആൻസർ കീയിൽ ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു നിർദ്ദേശം ഇതാണ്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ ഐഡിയാസ് എത്രത്തോളം. കാരണം നിങ്ങൾ എഴുതുന്ന രീതി, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്, ആൻഡ് അത് നിങ്ങൾ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലാംഗ്വേജ് എത്രത്തോളം നല്ല ലാംഗ്വേജ് ആണ്, നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടാണോ ആൻസേഴ്സ് കൊണ്ടുപോകുന്നത്, ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എഴുതിയാലേ മാർക്ക് കിട്ടുകയുള്ളോ, ഇല്ല. ഏത് കോൺസെപ്റ്റ് വേണമെങ്കിൽ എഴുതാം, പക്ഷെ ടു ദ പോയിന്റ് ആയിരിക്കണം, കൺവിൻസിങ് ആയിരിക്കണം. ഏത് പോയിന്റ് പറഞ്ഞാലും അത് കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി നിങ്ങളുടെ ആൻസർ പേപ്പറിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ബേസ് ചെയ്തിട്ടാണ് സ്പീച്ചിനും എസ്സേയ്ക്കും അതുപോലുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ അതിന് ആൻസർ മാർക്ക് വീഴുന്നത് കേട്ടോ. ഓക്കെ. ദെൻ പോയറ്റിക് ഡിവൈസസ് കുറച്ച് നോക്കാം. ഒരു പോയം കിട്ടുവാണെങ്കിൽ മെറ്റഫർ, സിമിലി. ചില പോയം തന്നിട്ട് ഡയറക്റ്റ് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഐഡന്റിഫൈ ദ പോയറ്റിക് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് വന്നിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ കമ്പയറിംഗ് ടു തിങ്സ്, രണ്ട് കാര്യങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇഫ് യു കമ്പയർ ടു തിങ്സ് യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്, അതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു റെഡ് റോസ് പോലെയാണ്. ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുന്നത് എന്താണ്? സിമിലി ആണ്. ബിക്കോസ് യു ആർ യൂസിങ് ദ വേർഡ് ലൈക്ക്. ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് എ ലയൺ. അവനൊരു സിംഹത്തെ പോലെ തന്നെ ശക്തിയുള്ള ആളാണ്. ആൻഡ് വി ആർ യൂസിങ് ദ വേർഡ് ആസ്. സോ ആസോ ലൈക്കോ വെച്ച രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതാണ് സിമിലി എന്ന് പറയുന്നത്. പക്ഷെ വെൻ യു ആർ ഡയറക്ട്ലി കമ്പയറിങ്, മൈ ലവ് ഇസ് എ റെഡ് റോസ്, എൻ്റെ സ്നേഹം ഒരു റെഡ് റോസ് ആണ്, ഡയറക്റ്റ് കമ്പാരിസൺ ആണ് വിത്തൗട്ട് യൂസിങ് ദ വേർഡ് ആസ് ഓർ ലൈക്ക്. അതപ്പോ എന്താണ്? മെറ്റഫർ ആണ്. ഓക്കെ. ദെൻ പേഴ്സോണിഫിക്കേഷൻ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇഫ് യു ആർ ഗിവിംഗ് ഹ്യൂമൻ ട്രേറ്റ്സ് ടു നോൺ ഹ്യൂമൻ തിങ്സ്, മനുഷ്യൻ അല്ലാത്ത സാധനത്തിന് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ട്രീ ഡാൻസസ് ഇൻ ദ വിൻഡ്. കാറ്റില് മരങ്ങൾ നൃത്തമാടി എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും അവിടെ ഇറ്റ്സ് ടൈം ഫോർ ഡിസ്കോ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കാറ്റത്തെ ട്രീ? ഇല്ല അല്ലെ. മനുഷ്യന്മാർ മാത്രമേ ഡാൻസ് കളിക്കാറുള്ളൂ. പക്ഷേ ആ ഒരു ഹ്യൂമൻ ക്വാളിറ്റി മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിന് കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്തായി മാറുന്നു? പേഴ്സോണിഫിക്കേഷൻ. ദെൻ സൺ സ്മൈൽ ലുക്കിംഗ് ഓൺ ദ എർത്ത് എന്നാണ് പറയുന്നത്. സൂര്യൻ ഭൂമിയെ നോക്കി ചിരിച്ചു. സൂര്യൻ എഴുതി ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സാധനത്തിന് ഹ്യൂമൻ ഫീച്ചേഴ്സ് കൊടുക്കുന്നതിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഓർത്ത് വെച്ചോണം. അലിട്രേഷൻ. എന്താണ് അലിട്രേഷൻ? റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട്സ് ആണ്. റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സിനെ അസനൻസ് എന്നും റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സിനെ അലിട്രേഷൻ എന്നും പറയും. എക്സാമ്പിൾ, കോൺസണന്റ് സൗണ്ട്സ് ഏതൊക്കെയാ ഇംഗ്ലീഷിൽ? എ ഇ ഐ ഒ യു വവൽസ് ആണ്. അപ്പോൾ ബ, ക, ഡ, ജ, ബ, മ, ന, ങ, സ, സ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഇല്ലേ, അതാണ് കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ആ ഒരു റെപ്പിറ്റേഷൻ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ. സ സ സ സ എന്നുള്ള ഒരു കോൺസണന്റ് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. ദെൻ പീറ്റർ പൈപ്പർ പെക്സം, ദെൻ മറ്റേ ബട്ടർ മിൽക്കിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഇല്ലേ. എക്സാമ്പിൾ ഏറ്റവും റെലവെന്റ് ആയിട്ട് വരുന്നതാണ് ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ എന്ന് പറയുന്നത്. ഇവിടെ സ സ സ എന്നുള്ള ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കോൺസണന്റ് സൗണ്ടിന്റെ റെപ്പറ്റീഷൻ ആണ്. ദാറ്റ് ഇസ് അലിട്രേഷൻ. ദെൻ അസനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വവൽ സൗണ്ട്സിന്റെ ചിപ്സ് ആൻഡ് ഡിപ്സ്, ക്യാറ്റ് ആൻഡ് ഹാറ്റ് ആ ഒരു രീതിയിൽ പറയുന്ന, ഹാൻഡ് ആൻഡ് ഹാറ്റ് എന്നൊക്കെ പറയുമ്പം ആ ആ ഇ ഇ എ എ എ ഇ ഐ യു യു റെപ്പിറ്റേഷൻ വരുന്ന സൗണ്ട്സിന് എന്ത് പറയും? അസനൻസ് എന്ന് പറയും. വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇവിടെ ഓൺമറ്റോപ്പിയ എന്ന് പറയുന്നത് ഇമിറ്റേറ്റിംഗ് സൗണ്ട്സ് ആണ്. ബസ്സിംഗ് സൗണ്ട് ഓഫ് ബി, ബീസ് എന്ന് പറയുന്നത് ബി ഇ സൗണ്ട് ആണെന്ന് കേട്ടില്ലേ. അതേപോലെ തന്നെ വാട്ടർ സ്പ്ലാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം വീഴുന്ന സൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാവും. സ്പ്ലാഷ് എന്ന് കേൾക്കുമ്പോൾ വെള്ളമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇമിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ട്സ്, അതിനെയാണ് ഓൺമറ്റോപ്പിയ എന്ന് പറയുന്നത്. ഇമേജറീസ് ഉണ്ട്, ഓഡിറ്ററി വിഷ്വൽ ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിൽ റൈം സ്കീം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാലോ. ഒന്നും പേടിക്കേണ്ട, ഓർത്തിരിക്കേണ്ടത് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മെറ്റഫർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, അസനൻസ്, റൈം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ടും എഴുതി വെക്കണം കമ്പാരിസണിൽ, അതായത് ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ. ബിറ്റി യെസ്, അതാണ് എനിക്ക് കിട്ടാതിരുന്നത്. ബിറ്റി ബോട്ട് എ ബട്ടർ, ദ ബട്ടർ വാസ് വെരി ബിറ്റർ, സോ ബിറ്റി ബോട്ട് അനദർ ബട്ടർ ഫോർ മേക്കിംഗ് ബിറ്റി ബട്ടർ ബട്ടർ എമ്മേ. ഓക്കെ, അതാണ് എനിക്ക് ആ ബട്ടറിന്റെ ഒരു സീൻ ഇല്ലെന്ന് ഞാൻ ചോദിച്ചത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അതേപോലെ തന്നെ പീറ്റർ പിക്സം, ആ ഒരു സംഭവം കൂടെ ഇല്ലേ, ആ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അതാണ് അപ്പോ അലിട്രേഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ അല്ലേ?
യെസ്. അടുത്തത് ബ്ലോഗ് എൻട്രി ആണ്. ബ്ലോഗും ബ്ലോബും തമ്മിൽ മാറിപ്പോരുത്. ഇന്നലെ മിസ് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ബ്ലോഗ് എന്ന് പറയുമ്പം എന്താണ്, നിങ്ങൾ വീഡിയോ ലോഗ്സ് അല്ലെങ്കിൽ യൂട്യൂബ് വ്ലോഗ്സ് ഓർത്താൽ മതി. അത് വീഡിയോ പ്രസന്റേഷൻ ആണെങ്കിൽ ഇത് റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതുന്നതാണ്. മാക്സിമം അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ടൈറ്റിൽ വേണം. ഹെഡിങ് വളരെ ടൈറ്റിൽ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് എഴുതണം. ഡേറ്റ് ബാർ പേര് എഴുതുന്ന ആളുടെ പേരും കൂടെ പറഞ്ഞതിന് ശേഷം പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഡയറി എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഡേറ്റും ഒരു 20 മാർച്ച് കാര്യങ്ങൾ പറയുക, ഡേറ്റ് പറയുക, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് കാര്യം എഴുതുക, ഒരു ബോക്സും കൂടെ വരയ്ക്കുക. ഓക്കെ, അത്രയും മാത്രം ഓർത്താൽ മതി. ഡേറ്റ് ഓർക്കാനായിട്ട് മറക്കരുത്. ആൻഡ് നിങ്ങളുടെ ഡയറിയിലോട്ട് കാര്യങ്ങൾ എഴുതുന്നതാണ് അല്ലേ, ഇന്ന് നടന്നിട്ടുള്ള ഒരു സംഭവം എഴുതുന്നതാണ്. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്, പാസ്റ്റ് ടെൻസിൽ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഐ വിൽ അല്ലെങ്കിൽ ഐ എം ഡൂയിങ് ദിസ് എന്നുള്ള രീതിയിൽ എഴുതരുത്. കഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്, പാസ്റ്റ് ടെൻസിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. 20 മാർച്ച് 2024 അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ 20 മാർച്ച് 2024 ഇങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിട്ട് ഡിയർ ഡയറി. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഇത്രയും കാര്യങ്ങൾ ഡയറിയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നേച്ചേഴ്സ് അൺപ്രഡിക്റ്റബിൾ ഡ്രാമ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ഒരു ബ്ലോഗാണ്. അപ്പോൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, ഹാവ് യു എവർ വണ്ടർഡ് അബൌട്ട് ദ വൈൽഡ് സൈഡ് ഓഫ് നേച്ചർ? സംടൈംസ് അവർ പ്ലാനറ്റ് ത്രോസ് എ സർപ്രൈസ് പാർട്ടി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് എ സെലിബ്രേഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും നേച്ചറിന്റെ വൈൽഡ് സൈഡ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് എസ്സേ ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും ബ്ലോഗ് എൻട്രി ആണെങ്കിലും അട്രാക്റ്റീവ് ആക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് either by asking a question directly to them or quoting a line. ഓക്കെ, ഈ ഒരു രീതിയിൽ ഓർക്കുക. ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദിസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈൻസ് റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക് എന്തെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. അങ്ങനെ വേണം ഒരു ബ്ലോഗ്, എസ്സേ, അതേപോലെ തന്നെ സ്പീച്ചൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർത്ത് വെച്ചോണേ. ആൻഡ് ഇവിടെ വൈൽഡ് നേച്ചേഴ്സ് അൺപ്രഡിക്റ്റബിൾ ഡ്രാമ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അൺപ്രഡിക്റ്റബിൾ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തേക്കുന്നത്. ഹെഡിങ് എപ്പോഴും ക്യാച്ചി ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഡേറ്റ് കൊടുത്തതിന് ശേഷം ആരാണോ എഴുതുന്നത് പേരും കൂടെ കൊടുത്തതിന് ശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ബ്ലോഗ് എൻട്രി എന്ന് പറയുന്നത്. സെറ്റാണോ? ഓക്കെ ആണോ? ക്ലാസ് അപ്പൊ കഴിയും. എല്ലാവർക്കും എക്സാമിന് പോവാറായോ? ഒന്ന് പറഞ്ഞേ, സ്പീഡാക്കണോ? എന്നാ വേഗം എടുത്ത് പോവാട്ടോ. ദെൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും അതേപോലെ തന്നെ ലൈവ് ടി വി റിപ്പോർട്ടും. ഇന്നലെ ലൈവ് ടി വി റിപ്പോർട്ട് ആമിഗോ ബ്രദേഴ്സിന്റെ ടി വി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ഹെഡിങ് ഉണ്ടാവണം. ഹെഡിങ് വളരെ ക്യാച്ചി ആയിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് റിപ്പോർട്ടറോ ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു പേര് സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ളത് കൊടുക്കുക. ദെൻ പ്ലേസും ഡേറ്റും 26 മാർച്ച് 2024 പ്ലേസും കൂടെ കൊടുക്കുക. പ്ലേസും പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലീഡ് എന്ന് പറയും. ആൻഡ് ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്. ഇവിടെ ലീഡ് എന്ന് പറയുന്നതിന് ഷുഡ് കണ്ടെയ്ൻ ആൻസേഴ്സ് ഫോർ 5 Ws and 1 H എന്ന് പറയും. വാട്ട്, വെയർ, വൈ, വെൻ, ഹൂം ആൻഡ് ഹൗ. ആർക്ക്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, ഏതൊക്കെ രീതിയിൽ, ഇത്രയും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ വേണം ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കാൻ. ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഇലോബറേറ്റ് ചെയ്ത് പറയുന്നതിനാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മെയിൻലി റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുന്ന ഒരു സാധനമാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നുകിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ച് കൊടുത്തിട്ട് ഇൻവേർട്ടഡ് കോമയിൽ പറയുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ ഈ ഒരു രീതിയിലാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് യൂസ് ചെയ്യേണ്ടത്. അതല്ല ലൈവ് ടി വി റിപ്പോർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക? ഗുഡ് ഈവനിങ്, ഐ ആം MK ഫ്രം ഏഷ്യാനെറ്റ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താണോ വാച്ച് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് വിറ്റ്നസ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ വേർഡ്സിൽ കൂടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസ്, സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതല്ല സങ്കടമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പത്തറ്റിക് സിറ്റുവേഷൻ കാണിക്കുന്ന രീതിയിൽ ഇമോഷൻസ് മാറുന്നത് ആ ഒരു വേർഡ്സിൽ കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ലൈവ് ടി വി റിപ്പോർട്ടിലും ന്യൂസ് പേപ്പർ ടി വി റിപ്പോർട്ടിലും ഓർത്തിരിക്കേണ്ടത്. ബ്ലോഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു മോനെ, ലാസ്റ്റ് കവർ പേജിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഹെഡിങ് കൊടുക്കുക. ആൻഡ് സമ്മറി അബൌട്ട് ദി ഓതർ, സമ്മറി നിങ്ങളുടേതായ രീതിയിൽ
കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള രീതിയിൽ സമ്മറി പ്രസന്റ് ചെയ്തതിന് ശേഷം ഇയർ ഓഫ് പബ്ലിക്കേഷനും അല്ലെങ്കിൽ ആരാണ് പബ്ലിഷർ എന്നുള്ളതും പ്രൈസ് ഓഫ് ദ ബുക്കും കൂടെ സൈഡിൽ ഇന്ന കാര്യമായിട്ട് 2 സൈഡിലായിട്ട് എഴുതുകയാണെങ്കിൽ അതാണ് ബ്ലർബിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? സ്പീച്ച് ഓർത്ത് വെക്കണം. ഉറപ്പായിട്ടും 8 മാർക്സിന് വരുന്ന സാധനമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. വിമൻ എംപവർമെന്റ്, ഡ്രഗ് അബ്യൂസ്, അതേപോലെ തന്നെ ടെക്നോളജി യൂസ് ചെയ്ത് ഇന്നലെ നമ്മൾ സൈബർ സ്പേസ് എന്നൊരു കാര്യം പഠിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇൻട്രൊഡക്ഷൻ വേണം, ക്യാച്ച് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ ടോപ്പിക് എന്താണുള്ളത് എന്നതിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോവുക. അതിനെക്കുറിച്ച് വലിച്ചു നീട്ടി പ്രോബ്ലം എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ള രീതിയിൽ സെക്കൻഡ് പാരഗ്രാഫ് വലിച്ചു നീട്ടുക. ആൻഡ് തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമല്ലോ. സോ യുവർ സജഷൻസ് ടു ഇംപ്രൂവ് ദിസ് തിങ് എന്നുള്ള രീതിയിൽ ആ ഒരു തേർഡ് പാരഗ്രാഫ് വന്നതിന് ശേഷം ഒരു നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കൈൻഡ് ആയിട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് സ്പീച്ച് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണെങ്കിലും എസ്സേ ആണെങ്കിലും എന്താണ് ഓൾമോസ്റ്റ് ദ സെയിം ആണ്. ക്യാച്ചിങ്. ഇവിടെ സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഡിയർ ക്ലാസ്മേറ്റ്സിനെ അഡ്രസ് ചെയ്യാൻ മറക്കരുത്. ദെൻ വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ, ഐ ആം ഹിയർ അല്ലെങ്കിൽ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ടു ഷെഡ് സം ലൈറ്റ് ഓൺ ദ ടോപ്പിക് അല്ലെങ്കിൽ ടു ഷെയർ സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേസമയം ആർട്ടിക്കിളിനും എസ്സേക്കും മീൻസ് പേപ്പർ കൂടുതൽ എടുക്കാൻ, അങ്ങനെ പേപ്പർ ഞാൻ പറഞ്ഞല്ലോ പേപ്പർ വലിച്ചു വാരി കൂടുതൽ എടുത്തതിന് ശേഷം നോക്കുന്ന ടീച്ചർക്ക് ഇതിലൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഈ എടുത്ത പേപ്പറിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. പക്ഷെ എടുത്തേക്കുന്ന പേപ്പർ കുറച്ചുമാണ്, പക്ഷെ ക്വാളിറ്റി മാത്രമുള്ള ആൻസേഴ്സ് ആണെങ്കിൽ ദർ ഇസ് എ ഡിഫറൻസ്. സോ പേപ്പർ കൂട്ടാനല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് എടുക്കാതിരിക്കുക. ഓക്കെ, ലൈക്ക് 120 ആയോ? അടിപൊളി. താങ്ക് യു. ദെൻ ഡിബേറ്റ് എന്ന് പറയുന്നത് അറിയാലോ, ഒരു കാര്യത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരും. ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫോർ ദ ടോപ്പിക് എഴുതാൻ പറയും, അല്ലെങ്കിൽ അഗൈൻസ്റ്റ് ദ ടോപ്പിക് എഴുതാൻ പറയും. ചില സിറ്റുവേഷനിൽ 2 ടോപ്പിക്സ് ഫോർ ദ ടോപ്പിക് ആൻഡ് 2 ടോപ്പിക്സ് അഗൈൻസ്റ്റ് ദ ടോപ്പിക് എന്നുള്ള രീതിയിൽ 4 മാർക്സിനായിരിക്കും മിക്കവാറും ഡിബേറ്റിന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്ന് ഓർക്കുക, 4 ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ 4 മാത്രമേ എഴുതാൻ പാടുള്ളൂ. അഗൈൻസ്റ്റ് ആണെങ്കിൽ അഗൈൻസ്റ്റ് മാത്രം, രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് എഴുതാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഫോർ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് എഴുതിയതിനു ശേഷം അഗൈൻസ്റ്റ് ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് എഴുതുക. ഓക്കെ, ആ ഒരു കാര്യമാണ് ഡിബേറ്റിൽ ശ്രദ്ധിക്കാനുള്ളത്. അതല്ല ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ യു ഹാവ് ദ ഫ്രീഡം ടു ഡിസ്കസ് അബൌട്ട് ദ നെഗറ്റീവ് ആസ്പെക്ട്സ് ആസ് വെൽ ആസ് ദ പോസിറ്റീവ് ആസ്പെക്ട്. മിക്കവാറും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പാനൽ ഡിസ്കഷന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും ചോദിക്കുക. സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഐ എം ഹിയർ ടു ടു ഷെയർ സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൺ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് എന്താണോ കാര്യം എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ പറയില്ലേ, ഒരു നല്ല രീതിയിൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുക ആ രീതിയിൽ പറയുന്നതാണ് GD അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ. അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാത്രം വെച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. റിവ്യൂ, ഫിലിം റിവ്യൂവും വരാം, ബുക്ക് റിവ്യൂവും വരാം. ഫിലിം റിവ്യൂ ആണെങ്കിലും ബുക്ക് റിവ്യൂ ആണെങ്കിലും റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്, നിരൂപണം എന്നുള്ള രീതിയിൽ പറയില്ലേ. നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങൾക്കത് എത്രത്തോളം തോന്നി, നിങ്ങൾക്കതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശവുമുണ്ട് റിവ്യൂവിൽ. നല്ലത് മാത്രമല്ല റിവ്യൂവിൽ പറയുക, ക്രിട്ടിസിസവും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓർത്ത് വെക്കണേ. ക്വാളിറ്റി ആണ് വേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. വെരി ഗുഡ്. വരുൺ, യു സെഡ് ദി എക്സാക്ട് തിങ്. ഡിബേറ്റ് ടൈറ്റിൽ വേണോ? ഇല്ലടാ, പോയിന്റ്സ് മാത്രമായിട്ട് എഴുതുന്ന സാധനം അല്ലേ. 4 ആണോ അഗൈൻസ്റ്റ് ആണോ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് അറിയാലോ, ക്വിക്ക് റെൻഡറിങ് ഓഫ് എ ക്യാരക്ടർ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഏത് ചാപ്റ്റർ ആണ്, ആരാണ്, ഹൂസ് ദ സെൻട്രൽ ക്യാരക്ടർ എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ സെന്റൻസിൽ പറയുക. ദെൻ ഈ ഒരു ത്രൂ ഔട്ട് ദ സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു പ്ലേയിൽ ഈ ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നത് ഡിസ്കസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ സ്കെച്ച്. ആൻഡ് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത്? ബൈ ടെല്ലിംഗ് യുവർ ഓൺ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ ആൻഡ് ഹൗ ഇറ്റ് മോട്ടിവേറ്റഡ് ഓർ ഇൻസ്പയർഡ് യു. ഇത്രയും കാര്യങ്ങൾ. ഡിബേറ്റും ആർട്ടിക്കിൾ റൈറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡിബേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൺസെപ്റ്റ് തന്നിട്ട് ഒന്നെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ഇസ് എ ബൂൺ ഓർ എ കേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ടെക്നോളജി അനുഗ്രഹമാണോ ശാപമാണോ, ബൂൺ ആണോ കേഴ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ ബൂൺ, യെസ് ഇറ്റ് ഇസ് എ ബൂൺ ടു അവർ സൊസൈറ്റി എന്ന് പറഞ്ഞ് അതിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് പോയിന്റ്സ് എഴുതുന്നതിനെയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഗൈൻസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് എ കേഴ്സ് എന്ന് പറഞ്ഞ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് മാത്രം പറയുന്നത്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് മോർ ഓർ ലൈക്ക്
എസ്സേ, ഒരു എസ്സേ പോലെ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം ഒരു എസ്സേ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അതേപോലെ ടെക്നോളജി എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം, ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം, കൺക്ലൂഡ് ചെയ്യാം. ആ ഒരു രീതിയിൽ എസ്സേ എഴുതുന്ന പോലെ തന്നെയാണ് ആർട്ടിക്കിൾ റൈറ്റിംഗ് ഉള്ളത്. ഓക്കെ, ഡിബേറ്റ് മെയിൻലി പോയിന്റ്സ് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുള്ളൂ. 4 points 2 points എന്നുള്ള രീതിയിൽ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ റൈറ്റിംഗ് അല്ല, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് അല്ല, അത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് മാർക്ക് അനുസരിച്ച് എഴുതാനായിട്ട് നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ 6 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 8 മാർക്സിനും ചോദിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ള ഒരു രീതിയിൽ 4 മാർക്സിനും ചോദിക്കാൻ പറ്റും. വിമൻ എംപവർമെന്റ് എക്സാമ്പിൾ ടേക്കിംഗ് ദി ഇൻസ്റ്റൻസ് ഓഫ് വിമൻ എംപവർമെന്റ് 4, 6, 8 മാർക്സിന് പോസിബിൾ ആയിട്ടുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ക്വാണ്ടിറ്റി ഒന്ന് നോക്കണം. ആ കാര്യത്തിൽ കേട്ടോ, മാർക്കിന്റെ കാര്യത്തിൽ ക്വാണ്ടിറ്റിയും കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. എസ്സേ പോലുള്ളത് ഇത്ര പേജസ് തികച്ചാലേ എന്ന് മിസ് പറയില്ല. പകരം 4 മാർക്സിലുള്ളതിന് ഒരു പാരഗ്രാഫ് ആണ്, 6 മാർക്സിലുള്ളത് 3/4 പേജും കഴിഞ്ഞ് പോകണം, ഒരു 1 പേജ് അടുപ്പിച്ചാണ്. 8 മാർക്സ് എന്ന് പറയുമ്പോൾ 1 പേജ് കഴിയണം. ആ ഒരു കോൺസെപ്റ്റിൽ വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. ദെൻ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ നോമിതയുടെ ക്യാരക്ടർ നോക്കിക്കോണം, റോബർട്ട് ബോൾവിന്റെ ക്യാരക്ടർ നോക്കിക്കോണം, രത്നയും ഗ്രാൻഡ് ഫാദറും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അജിത്തിന്റെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ള ഒരു രീതിയിൽ അജിത്തിന്റെ മദർ ഇൻ ലോയുടെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ക്യാരക്ടർ സ്കെച്ച് ഏതൊക്കെയാണ്, GD നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ മിസ്സിന് പറയാനുള്ളത് എന്താണ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. വരാൻ പോകുന്നതിന്റെ എല്ലാ ഫോർമാറ്റ്സും ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആണെങ്കിൽ മെയിൻലി 3 പോയിന്റ്സ് ആണ് ഓർക്കേണ്ടതായിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് വെർബ് ക്ലോസ് ആഡ് ചെയ്യുന്നുണ്ടോ, വെദർ, ഇഫ്, ആസ്ക്ഡ്, ഷീ, ദാറ്റ് എന്നൊക്കെയുള്ള വേർഡ്സ് ഇല്ലേ, അത് ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ടെൻസ് മാറ്റിയിട്ടുണ്ടോ, പ്രസന്റ് ആണെങ്കിൽ അത് പാസ്റ്റിലേക്ക് മാറ്റുക, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റുക, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. ഈ ഒരു ടെൻസ് മാറുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല പ്രൊനൗൺസിൽ വരുന്നത്, ഓക്കെ, ഐ എന്നുള്ളത് ഹി ഓർ ഷീ ആയി മാറും, ദേ എന്നുള്ളത് യു എന്നുള്ളത് ദേ, വി എന്നുള്ളത് ദേ ആയി മാറും, പിന്നെ ദിസ് ദാറ്റ് ആയി മാറും, ദീസ് ദൂസ് ആയി മാറും, ദിസ് ഡേ, ടുഡേ എന്നുള്ളത് ദിസ് ഡേ. അതുപോലുള്ള ചേഞ്ചിന്റെ പ്രൊനൗൺസ് ഉണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. പേര് മാറുന്നതനുസരിച്ച് ഹി ആണോ ഷീ ആണോ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ 3 റൂൾസ്. റിപ്പോർട്ടിംഗ് വെർബ് ക്ലോസ് ആഡ് ചെയ്യുക, ചേഞ്ച് ഓർ ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസസ് ആൻഡ് ഓൾസോ ചേഞ്ച് ദ പ്രൊനൗൺസ്. ഈ 3 റൂൾസ് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഇഫ് കണ്ടീഷണൽ ആണെങ്കിൽ വിൽ, ഷാൾ അതൊക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷണൽ ആണെങ്കിൽ വുഡ്, ഷുഡ് ആണ്. മറ്റേത് തേർഡ് കണ്ടീഷണൽ വരികയാണെങ്കിൽ വുഡും ഷുഡും മെയും ഒക്കെ വന്നതിന് ശേഷം ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്നുള്ള ഈ ഒരു 3 കണ്ടീഷൻസ് നോക്കി വെക്കുക. ഫ്രേസൽ വെർബ്സ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരിക്കും, ലോജിക് അനുസരിച്ച് നോക്കുക. പിന്നെ പ്രപ്പോസിഷന്റെ കാര്യത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പ്രിപ്പോസിഷൻ വരികയാണെങ്കിൽ അറിയാലോ, ഇൻ, ഓൺ, അറ്റ്, ഓഫ് ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾക്ക് എങ്ങാനും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഒരു ചിന്ന ടെക്നിക്ക്, എക്സാമിൻ്റെ സമയം ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ചിന്ന ടെക്നിക്ക് തരുന്നത്, ഒന്ന് പറഞ്ഞു നോക്കുക. ഓരോ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു ചാൻസും കിട്ടിയില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, അതൊരു അവസ്ഥ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക. ആ പറഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് അവിടെ ചേരുമ്പം അയ്യേ ഇതിവിടെ ചേരില്ലല്ലോ, ഓക്വേർഡ് ആയിട്ട് തോന്നുന്നില്ല, ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് കടന്ന കൈയായിട്ട് തരുന്ന ഒരു ഈസി ടെക്നിക്കാണ്. നിങ്ങൾക്ക് പ്രപ്പോസിഷൻസ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല, ഡൗട്ട് ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കുക. സ്യൂട്ട് ആകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സെലക്ട് ചെയ്യുക. പിന്നെ ഓരോ എക്സാമും നിങ്ങൾ എഴുതാതെ വരരുത്. ലൈക്ക് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വരരുത്, എല്ലാം അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇൻ കേസ് പ്രപ്പോസിഷന്റെ കാര്യത്തിൽ എന്ന പോലെ ടൈറ്റിൽ ഉള്ളത് എസ്സേക്കാണെങ്കിലും ആർട്ടിക്കിളിനാണെങ്കിലും എല്ലാം നമ്മൾ ടൈറ്റിൽ എഴുതണം കേട്ടോ. അതേപോലെ ബ്ലർബിന് എഴുതണം, ബ്ലോഗിന് എഴുതണം, ഓൾമോസ്റ്റ് എല്ലാത്തിലും ലെറ്ററിനും ഇമെയിലിനും ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് ടൈറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യും. ബാക്കി എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാത്തിനും ടൈറ്റിൽ വേണം. ദെൻ അതുപോലെ ഒരു കാര്യം കൂടെ എന്തൊക്കെയോ പറയാനുണ്ട്. എന്തോ ഞാൻ പറയാൻ വന്നേ, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ?
പോയി എനിവേ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് നമ്മൾ ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വരരുത്. ഫോർമാറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, റൈറ്റ്? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇൻ കേസ് ഏതെങ്കിലും ഒരു കാര്യത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെന്ന് അറിയില്ല, കറക്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണ്, യു ആർ എബൌട്ട് ടു ഗിവ് അപ്പ്, നിങ്ങൾക്ക് എഴുതാൻ ചാൻസ് ഇല്ല, ഇത് അറ്റൻഡ് ചെയ്യാതെ പോവാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ റൈറ്റ് സംതിങ് അബൌട്ട് ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, അത്രേ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൂ. ഒരു രക്ഷയും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം, ഐ റിപ്പീറ്റ്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത്. പഠിച്ചതെല്ലാം നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ നിങ്ങൾ അറ്റൻഡ് ചെയ്യില്ല, അറിയില്ല എന്ന് പറഞ്ഞൊന്നും വരരുത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഏതുമായിട്ടാണോ, ഏത് ചാപ്റ്ററുമായിട്ടാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ചെങ്കിലും കുറച്ച് എഴുതി വെക്കണം കേട്ടോ. ഒന്നും മിസ് ചെയ്യരുത്, എല്ലാം അറ്റൻഡ് ചെയ്യണം. സോ ഓൾ ദ ബെസ്റ്റ്. ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റെസ്യൂമെ ഒക്കെ എഴുതുമ്പോൾ ഒരു ബോക്സിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഡയറി എൻട്രി ഉണ്ടെങ്കിൽ ഓക്കെ, എല്ലാം ആ ഒരു രീതിയിൽ, ലെറ്റർ എല്ലാം കുറച്ച് പ്രസന്റബിൾ ആയിട്ട് ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് വേണം, ഓക്കെ, ബ്ലോഗിന് വേണം, ലൈക്ക് ദാറ്റ്. അത് പ്രസന്റ് ചെയ്താലും ഇല്ലെങ്കിൽ ആ ഒരു എഴുതുന്ന രീതി, നോട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് എഴുതുക, അതേപോലെ തന്നെ ഏതെങ്കിലും ക്ലബ് ആണെങ്കിൽ അത്, ദെൻ നോട്ടീസ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് എഴുതണം. റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ആയിട്ട് ഡേറ്റ് എഴുതുക. ദെൻ എന്താണ്, എവിടെയാണ് സംഭവിക്കാൻ, ഇൻസൈഡ് ഓഫ് ബോക്സ്, അതൊക്കെ നോക്കി വെച്ചോണം. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഫോർമാറ്റ്സ് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത്, പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മിസ്സിന് പ്രത്യേകം പറയേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ വലിച്ചു നീട്ടി തന്നിട്ടുണ്ടാകും, അത് വായിച്ച മാച്ച് ബോക്സ് ഇതാണ്, നോമിനയുടെ ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു പാരഗ്രാഫ് തരിക. പക്ഷേ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് അവിടെ ഇല്ലാതാകുക. കാരണം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംതിങ് എൽസ്. അതുകൊണ്ട് ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കണം. ടുവേർഡ്സ് ദി എൻഡ് ആയിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ആസ് എ സ്റ്റുഡന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കണം. ഓക്കെ, കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് വളരെ കൂളായിട്ട് ക്രിയേറ്റീവ് ആക്കുക, പ്രൊഡക്റ്റീവ് ആക്കുക. നിങ്ങളുടെ പോയിന്റ്സ് വളരെ ഫ്രീഡത്തോടു കൂടി എഴുതാൻ ചാൻസ് ഉള്ള, ആ ഒരു ചാൻസ് നൽകുന്ന പേപ്പറാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആ ഒരു അഡ്വാൻറ്റേജ് മാക്സിമം എഴുതുക. പോയിന്റ് കറക്റ്റായിട്ട് ഇന്നത് എഴുതിയാലേ മാർക്ക് കിട്ടുമെന്നുള്ളതില്ല. നിങ്ങളുടെ പോയിന്റ്സ് കൺവിൻസിങ് ആണ്, അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാർക്ക് വീഴുക തന്നെ ചെയ്യും. അതുപോലുള്ള പ്രൊഡക്ടിവിറ്റിക്കാണ് കൂടുതൽ മാർക്കും വീഴുക. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓർഗനൈസേഷൻ ഓഫ് ഐഡിയ ആൻഡ് യൂസേജ് ഓഫ് ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ എക്സാമിന് നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക തന്നെ ചെയ്യും. ആൻഡ് 6 മണിക്ക് കാണാം. ആൻഡ് ദാറ്റ്സ് ഗോണ ബി ആർ ലാസ്റ്റ് ലൈവ് ക്ലാസ്. എനിവേ എൻ്റെ പൊന്നു കുട്ടികളെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. പോയി അടിച്ചു പൊളിച്ച് എക്സാം എഴുതിയിട്ട് വാ. ഇനി നോ വറീസ്, ഇനി നോ ഡൗട്ട്സ് അറ്റ് ഓൾ. അടിപൊളിയായിട്ട് ടെൻഷൻ എല്ലാം മാറിയിട്ട് കൂളായിട്ട് പോയി എഴുതി അടിച്ചു പൊളിച്ച്, മിസ്സേ ഞാൻ വന്നു, എക്സാം വാസ് സോ ഹാപ്പി, താങ്ക് യു എന്നുള്ള രീതിയിൽ വേണം വരാൻ. 6 മണിക്ക് നമുക്ക് കാണാം. ലവ് യു ഓൾ, ഓൾ ദ ബെസ്റ്റ്, ബൈ ഡിയേഴ്സ്.